നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. 75 വർഷങ്ങൾക്ക് മുന്നേ കല്ലായിപ്പുഴയുടെ തീരത്ത് തുടങ്ങിയ ഒരു ബ്രാൻഡ് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഹിൽവുഡ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യമായി വളർത്തിയ രണ്ടു പേരാണ് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത്. ആ ജനറേഷനിലെ രണ്ടാമതും മൂന്നാമനും. ഇന്ത്യയിലെ ആദ്യത്തെ ട്രീറ്റഡ് ഹാർഡ്വുഡ് ബ്രാൻഡ് എന്ന ലേബൽ ഹിൽവുഡിനെ സ്വന്തമാക്കി കൊടുത്ത, ഹിൽവുഡിനെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ച, ഇന്ന് 500-ലധികം എംപ്ലോയീസിന് ജീവിതത്തിൽ വലിയൊരു ഭാഗമാകാൻ സാധിച്ച ഒരു ബ്രാൻഡ്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, അതിനേക്കാൾ ഉപരി അഭിമാനത്തോടെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷെരീഫിക്കയും മകൻ ഷിബിലി മൊയ്തീനെയും. സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട് ഇക്ക. എനിക്ക് തോന്നുന്നു ഇക്കാടെയൊന്നും ഫേസ് അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല. ഇക്കാടെയൊന്നും ജീവിതം നിങ്ങളുടെ ആ സർക്കിളിനുള്ളിൽ നിൽക്കുന്നവർക്കല്ലാതെ പുറം ലോകത്തിന് അത്രയും പരിചിതമല്ല. ആ ഒരു സ്റ്റോറി പുറത്തേക്ക് പറയാൻ ഞങ്ങളെപ്പോലെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ ആദ്യമേ ഞങ്ങളുടെ ഒരു സന്തോഷം അറിയിക്കുന്നു. തടിക്കച്ചവടം എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ബേസ് കോഴിക്കോടാണെന്നും കല്ലായിപ്പുഴയുടെ തീരത്ത് വളർന്നവരാണെന്നും. എങ്ങനെയായിരുന്നു വാപ്പച്ചിയുടെ തുടക്കവും ഈ ഒരു ബിസിനസിന്റെ ഒരു തുടക്കവും എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഫാദർ ഒരു തടി വ്യവസായിയായിരുന്നു. പുള്ളി കല്ലായിലായിരുന്നു തടി മില്ലുണ്ടായിരുന്നത്. ഞങ്ങളെ വീട് ഫറോക്കിലായിരുന്നു. ഫറോക്കിൽ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു തീപ്പെട്ടി കമ്പനിയും പ്ലൈവുഡ് ഫാക്ടറിയും ഉണ്ടായിരുന്നു. നമ്മൾ ഇത് കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. ആ ബ്രാൻഡിന്റെ ഉള്ളിലാണ് വളരുന്നത്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടി കമ്പനിയും പ്ലൈവുഡ് കമ്പനിയൊക്കെ ഞങ്ങൾ പോയി നോക്കും. നല്ല രസമുള്ള ഫാക്ടറിയാണ്. അന്ന് 100-250 ജോലിക്കാരുണ്ട് അവിടെ. അന്നത്തെ കാലത്ത് 50% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് തീപ്പെട്ടി കമ്പനിയിൽ. അങ്ങനെ രാത്രിയും പകലും ഒക്കെ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. നല്ല നിലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിന് പുറമെ കല്ലായാലും ഫാദറിന് സ്വാമിലുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലൈവുഡും തുടങ്ങി. അന്ന് പ്ലൈവുഡ് ഇന്നത്തെ മാതിരി കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് അല്ലാതെ ഉപയോഗിക്കുക. വീടിനും ഈ ഫർണിച്ചറിനൊന്നും ഇന്നത്തെ മാതിരി പ്ലൈവുഡ് അന്ന് ഉപയോഗിക്കില്ല. നിങ്ങളെല്ലാം ഈ തലമുറ കാണാത്ത ഒരു പ്ലൈവുഡ് ആയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത്. അത് ചായപ്പെട്ടി, അതായത് തേയില അന്ന് ഈ പെട്ടിയിലാണ് വരിക. നമ്മുടെ ഈ പലചരക്ക് അന്നത്തെ ആളുകൾക്ക് അറിയാൻ പറ്റും. അന്ന് ഈ ചായപ്പൊടി എല്ലാം ഈ പെട്ടിയിലാണ്. ഇന്നത്തെ ചാക്കല്ല, ബോക്സിലാണ് അന്ന് ചായപ്പൊടി വിറ്റിരുന്നത്. ഒരു 10-15 വർഷം മുന്നേ. ഇപ്പൊ അതൊക്കെ മാറി. പിന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലൈവുഡ്, പിന്നെ ഈ സൂട്ട് കേസ് ഉണ്ടാക്കാനാണ്. സൂട്ട് കേസ് റെക്സിൽ പൊതിഞ്ഞിട്ടാണ് വരിക. അതിന്റെ നിർമ്മാണം മുഴുവനും തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബോംബെ സൈഡിലാണ്. ഇവിടുന്ന് ഈ പ്ലൈവുഡ് കയറ്റി അയക്കുക ചെയ്യുക. അവിടെ വെച്ചിട്ടാണ് സൂട്ട് കേസ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ഫാക്ടറി ഉണ്ടെന്ന്. തീപ്പെട്ടി കമ്പനി അതിന്റെ അറിവ് 10,500ഓളം ഫാക്ടറി ഉണ്ടാവും. തീപ്പെട്ടി കമ്പനി ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ 150 ഫാക്ടറി ഉണ്ട്. അന്ന് രാവും പകൽ ഇതൊക്കെല്ലാം ഈ തീപ്പെട്ടി നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവകാശി, കോയിൽപ്പെട്ടി, സാത്തൂര. ഇവിടുന്ന് ഇതിന്റെ കൊള്ളിയും കൂടും അന്ന് മരാണ്. ഇന്ന് കടലാസായി. കൊള്ളി ഇപ്പോഴും അതന്നെ. അതാണ് ഇവിടുത്തെ വലിയൊരു വ്യവസായം നമ്മളെ കേരളത്തിലെ. അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണം, പിന്നെ കുറച്ച് ഈ പ്ലൈവുഡും ഉണ്ട്. ഇത് ഇവിടുന്ന് കയറ്റി അയച്ച് അവിടെ വെച്ചിട്ടാണ് ഇത് ഇന്ത്യയിലെ നാനാഭാഗത്തും തീപ്പെട്ടിയാക്കി മാറ്റുന്നത്. ഷെരീഫിക്ക ബിസിനസ്സിലേക്ക് വരുന്നത് ഏത് വർഷമാണ്? ഇത്രാമത്തെ വയസ്സിലാണ് ഞാൻ വരുന്നത്? 1980-ലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മൾ പഠനം നിർത്തി. അതിന് മുന്നേ തന്നെ 75-76 ഈ കമ്പനിയിലേക്ക് പോയി പഠിക്കും. പിന്നെ 80 ആകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ ഫാദർ ഫസ്റ്റ് ഞാൻ തീപ്പെട്ടി കമ്പനിയിൽ വരുന്നത്. അവിടുത്തെ അതിനെ പറ്റി പഠിക്കാനും അതിൻ്റെ കൊള്ളിൻ്റെ ഔട്ട്പുട്ട് നോക്കാനും അതിനെ പറ്റി കയറ്റി അയക്കാനും ഒക്കെ ആയിട്ട് നോക്കി നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്ലൈവുഡ് ചായപ്പെട്ടി ഉണ്ടാക്കുന്ന ആ നിർമ്മാണ യൂണിറ്റിൽ പോയി പ്രൊമോഷൻ കിട്ടി. പ്ലൈവുഡിലായിട്ട് പ്ലൈവുഡ് ഇങ്ങനെ അത് ഊട്ടി കൂന്നൂർ ഇങ്ങനെ പല തമിഴ്നാട്ടിൽ കയറ്റി അയക്കും. അതിനൊപ്പം തന്നെ ഈ സൂട്ട് കേസിന്റെ പ്ലൈവുഡ് ഉണ്ട്. അതും ബോംബെ, ചെന്നൈ, കൽക്കട്ട ഇങ്ങനെ കയറ്റി അയക്കുന്ന ഒരു ഏർപ്പാടിലായിരുന്നു. പിന്നീടാണ് ഞാൻ കല്ലായിൽ വരുന്നത് ഈ തടി വ്യവസായത്തിൽ ഫാദറിന്റെ കൂടെ. അടുത്ത പ്രൊമോഷൻ അന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഈ കല്ലായിൽ നിന്നാണ് തടി കയറ്റി അയക്കുന്നത്. അതായത് വീട്ടാവശ്യത്തിനും ലോറി ബോഡിക്കും. നമ്മളെ നാട്ടിലും അന്ന് തടി നല്ല ഉപയോഗിക്കും. അതെന്താ, ഈ മേൽക്കൂരൊക്കെ തടിയാണ്, തടി ഓടുകയാണ്. ഈ അന്നത്തെ വാർക്ക് കുറവാണ്. ഈ തട്ടുണ്ടാക്കലൊക്കെ ഈ മരത്തിന്റെ ബീം വെച്ചിട്ടുണ്ടാക്കുക. കട്ടിലെ ജനലെല്ലാം ഈ തടി കൊണ്ടാണ് പണിയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അത് കഴിയുമ്പോൾ ഫാദറിന്റെ കൂടെ തടി എടുക്കാൻ പല സ്ഥലത്തും പോകും. അതായത് കർണാടകത്തിലും കേരളത്തിലെ ഫോറസ്റ്റിലും ഡിപ്പോയിലൊക്കെ പോയിട്ട് തടി കൊണ്ടുവരാൻ പോകും.
അത് നല്ലൊരു അനുഭവമായിരുന്നു. അത് അതുകൊണ്ട് ഏത് തടി എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കത് പഠിക്കാൻ കഴിഞ്ഞു. മനസ്സിലാകും. പിന്നെ കൂടാതെ തടി കേരളത്തിൽ നമ്മളെ വനത്തിൽ എന്തെല്ലാം തടിയുണ്ട് ഒക്കെ നമുക്കറിയാം. ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇവിടുത്തെ കേരളത്തിലെ ഡിപ്പോയിൽ വരെ തടിയിൽ 70% ഇന്ന മരങ്ങളാണ്, പ്ലൈവുഡ് മരങ്ങളാണ്. 20% 30% ഹാർഡ്വുഡ് കാണുള്ളൂ. അപ്പോൾ തീപ്പെട്ടി മരം ഒരു 10-20%. അങ്ങനെ നമുക്കതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി. ഇന്ന് കാണുന്ന ഒരു ഹിൽവുഡിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്. ഈ അടിസ്ഥാന ബേസ് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്ന് മുന്നോട്ട് ഈ സ്ഥിതിയിൽ എത്താൻ സാധിച്ചത്. അതാണ് ഉപ്പച്ചിയുടെ കൂടെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ലെവലിൽ എത്താൻ സാധിച്ചത്. നമ്മൾ ഈ ഉപ്പശ്ശേരി എടുത്തുന്ന തടീനെ കുറിച്ചും കേരളത്തിലെ തടികൾ ഏതൊക്കെയാണെന്നും ഇങ്ങനെ കുറെ കാര്യങ്ങൾ വ്യവസായത്തിലേക്ക് വന്നപ്പോൾ പഠിച്ചു. അതല്ലാതെ ഒരു മോറൽ സയൻസിൽ എന്തൊക്കെ ചെയ്യണം, ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണ്ട എന്ന് വാപ്പച്ചി എന്താ പഠിപ്പിച്ചത്? വാപ്പച്ചി ഒരുപാട് കാര്യങ്ങൾ വാപ്പച്ചി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ ബിസിനസ്സിൽ കടം കൊടുക്കുന്ന കാര്യങ്ങളും അത് പിന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ വാപ്പച്ചി വളരെ കർശനമാണ്. അതിന് നല്ല സാധനം കൊടുക്കുക, കറക്റ്റ് പൈസ വാങ്ങിക്കുക, അതാണ് പുള്ളിയുടെ സിസ്റ്റം. ഈ കടം വാങ്ങണതിന് പുള്ളി എതിരാ. നമ്മളുള്ള എല്ലാ പൈസക്ക് ബിസിനസ് ചെയ്താൽ വാപ്പച്ചി പറയാം. അത് പുള്ളി വലിയ താല്പര്യമില്ല. നമ്മളുള്ള പൈസക്ക് ചെയ്യാനുള്ളൊരു പിന്നീട് നമ്മൾ ബാങ്ക് ലോൺ എടുക്കേണ്ടി വന്ന് ബ്രാൻഡ് വലുതാക്കിയപ്പോ. അല്ലാതെ നമ്മൾ ഇമ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇല്ലാതെ നടക്കൂല. LC എല്ലാം ബാങ്കില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇപ്പം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ അത് വളരെ കുറവായിരുന്നു. ഫാദർ തന്നെ ക്യാപിറ്റൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ട് വളരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ ഇന്ന് നമ്മൾ വലിയ ലെവലിലേക്കാണ് വളർന്നിരിക്കുന്നത്. അത് നമ്മളിന്റെ സ്വയം പ്രയത്നം കൊണ്ടാണ് ഇതിലെത്താൻ കാരണം. നമ്മൾ 1980 അന്നൊക്കെ ഈ ഫോറസ്റ്റ് ആദ്യം സ്വകാര്യവൽക്കരണത്തിൽ കൂടി മരം കിട്ടിയിട്ടുണ്ട്. 1971 ഈ ഫോറസ്റ്റ് മുഴുവൻ സ്വകാര്യവൽക്കരിച്ച് ദേശവൽക്കരണം വന്നു. അപ്പോൾ ഇതിൻ്റെ കസ്റ്റഡിയൻ ഗവൺമെൻറ്റായി. തടി ഉൽപ്പന്നങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഡിപ്പോയിൽ കൊണ്ട് വിൽപ്പന തുടങ്ങി. അവിടെ നിന്നാണ് നമുക്ക് ഈ തടി കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നാട്ടിൻപുറത്ത് തടിയും കിട്ടും. അത് 50% അന്നൊക്കെ ഈ ഗവൺമെൻറ് നല്ല നിലയ്ക്ക് സെലക്ഷൻ ബില്ലിങ് നടത്തിയിട്ട് തടി ഡിപ്പോയിൽ കൊണ്ടുവരും. അപ്പോൾ കേരളത്തിൽ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു 30 തടി ഡിപ്പോ, 30 കൂടുതൽ തടി ഡിപ്പോ ഉണ്ട്. ഗവൺമെൻറ്റിന് പ്രത്യേക സെയിൽ ചെയ്യുന്ന വിഭാഗങ്ങൾ 5-6 ഡിവിഷനുകളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഈ കോട്ട ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് എല്ലാ ഡിപ്പോയിൽ പോയി സെലക്ട് ചെയ്ത് തടി എടുക്കും. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ തന്നെ 50% ഡിപ്പോയിൽ വരുന്ന തടിയുടെ 50% സ്മോൾ സ്കെയിലിന് കൊടുത്തോളണം, ബാക്കി ഓപ്ഷൻ ചെയ്യാനാണ്. അങ്ങനെ അത് 78 വരെ അങ്ങനെ തുടർന്ന്. പിന്നെ പെട്ടെന്ന് 88 വരെ അങ്ങനെ തുടർന്ന്. 87 വരെ പിന്നെ പെട്ടെന്ന് ഈ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത്, കാട് നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്. അപ്പം നമ്മളെ ബിസിനസ്സിൽ ഭയങ്കര വഴിത്തിരിവായി. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് ഫാക്ടറികളുണ്ട്. 10,500, അതിൽ 3/4 ഭാഗങ്ങൾ പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്ന് പലരും ഇത് ഉപേക്ഷിച്ച് പല സ്ഥാപനങ്ങൾ ചിലത് ഇത് ഉപേക്ഷിപ്പിച്ച് പോയി മറ്റു തൊഴിൽ തേടി. ചിലവരൊക്കെ എൻ്റെ കൂടെയുള്ള കുറേ ആളുകൾക്ക് ചെരുപ്പ് ഫാക്ടറിയൊക്കെ ആക്കി മാറ്റിക്കാട്ട ഇഷ്ടിക ഫാക്ടറി അങ്ങനെ ആയിട്ട് അവർ ഡൈവേർട്ട് പോയി. അങ്ങനെയാണ് കോഴിക്കോട് ഒരുപാട് ചെരുപ്പ് ബ്രാൻഡുകൾ ഈ കോഴിക്കോടുള്ള ചെരുപ്പ് ബ്രാൻഡൊക്കെ ഈ തീപ്പെട്ടി കമ്പനിയാണ്. ഇന്ന് വന്ന് മെയിൻ എല്ലാവരും ഈ തീപ്പെട്ടി കമ്പനിയിൽ എൻ്റെ തുടക്കം അവിടെയാണ്. ഏറ്റവും കൂടുതൽ ചെരുപ്പ് മാനുഫാക്ചർ കോഴിക്കോട് തന്നെ. ഈ തീപ്പെട്ടി കമ്പനിയാണ് ഇതിന്റെ, അവരെല്ലാം ഇതിന്റെ ഉടമകൾ പഴയ തീപ്പെട്ടി കമ്പനിക്കാരാണ്. അപ്പൊ ഈ 88 വരെ നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടുന്ന തടീനെ ഡിപ്പെൻഡ് ചെയ്താണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു പെട്ടെന്ന് നിമിഷം ഇല്ലാതായി കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത് നിന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് പലരും മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറിപ്പോയത്. എനിക്ക് എന്തുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയി? എന്റെ മനസ്സിൽ ഞാൻ ചെറുപ്പം മുതൽക്കേ ഇതിനെപ്പറ്റി പഠിച്ച് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ ഹിറ്റാക്കണമെന്ന് എനിക്ക് തോന്നി. ഇത് വിടില്ല, എൻ്റെ മനസ്സ് എപ്പോഴും പറയും നിർത്താൻ പറ്റില്ല, നമുക്ക് എവിടെയും പോയി തടി അന്വേഷിക്കണം എന്നതിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ കേരളം വിട്ട് തടി അന്വേഷിച്ച് നോർത്ത് ഈസ്റ്റിൽ പോയി ആസാമെന്നും ബീഹാറെന്നൊക്കെ തടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ അതും കേരളം വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം തടി കിട്ടി, അവിടെ പോയി തടി കിട്ടി, ഇവിടെ പറ്റിയ ഹാർഡ്വുഡ് തടി ഇവിടെ കൊണ്ട് വിൽപ്പന നടന്ന് അങ്ങനെ 2-3 വർഷം 93 വരെ അവിടുന്ന് തടി അപ്പോഴും അവിടെയും പ്രതിസന്ധി വന്ന് പിന്നെയും പ്രശ്നങ്ങളായി. അപ്പോഴും ഈ കൂടെയുള്ളവർ പറയുന്നത് നിർത്തിക്കാള്, ഇത് വേറെ പണിക്ക് പോയിക്കോ, വേറെ ബിസിനസ് തുടങ്ങി, ഇതിന് ഭാവിയില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഇത് വിടൂല. ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞു മലേഷ്യയിൽ തടി കിട്ടുമെന്ന് പറഞ്ഞു. നേരെ വണ്ടി പിടിച്ച് മലേഷ്യ കയറി. അവിടെ പോയപ്പം തടി കണ്ട് പെനാങ്കിലും
ഇപ്പോലൊക്കെ പോയി കണ്ടമാനം തടി, കപ്പൽ കണക്കിന് തടി അവിടെ ഇഷ്ടം പോലെ. ഇത് കാണുമ്പോൾ എനിക്ക് ആശ്വാസമായി. കണ്ണ് നിറഞ്ഞ ഞാൻ കാണാത്ത അത്രയും കൂറ്റൻ തടികൾ ഇഷ്ടം പോലെ കപ്പൽ കണക്കിൽ ലോഡ് എടുത്ത് കയറ്റിക്കുമെന്ന് അറിയാം. ഓരോ പോർട്ടും ഇങ്ങനെ കയറ്റി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യ നോട്ടത്തിൽ നമ്മൾ അവിടെ പോയി നോക്കിയിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ബാങ്ക് LC ഇല്ല, അതൊക്കെ റെഡിയാക്കണം, എന്നാലേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇതിനുള്ള അപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത്. ഇന്നത്തെ മാതിരി എക്സ്പോർട്ട് ലൈസൻസ് ഇമ്പോർട്ട് ലൈസൻസ് പെട്ടെന്ന് കിട്ടൂല. ഇന്നൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ട് ഇതെല്ലാം റെഡിയാവും. അന്ന് ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം, നൂലാമല കുറഞ്ഞ ആളുകളേ ഉള്ളൂ അന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യണം ലൈസൻസ് ഇട്ട ആളുകൾ. കേരളത്തിൽ തടിയിലുള്ളത് കർണാടകത്തിലും മംഗലാപുരത്തുള്ള ആളുകളുള്ളൂ. അപ്പം ഞാനത് കൊടുത്ത് അങ്ങനെ എനിക്ക് കിട്ടേണ്ട ഏകദേശം ഒരു കൊല്ലം ആയി. ഒരു കൊല്ലം എടുത്തു ഈ ലൈസൻസ് കിട്ടാൻ. മറ്റേ അടിച്ച മോനെ എന്നുള്ള കോൺസെപ്റ്റ്. അങ്ങനെ വീണ്ടും ആ ലൈസൻസ് കിട്ടി അവിടെ പോയി തടിയെടുത്ത് മലേഷ്യയിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ MLH സാലും മർബു പറഞ്ഞ തടിയാണ് കൊണ്ടത്. അതുകൊണ്ട് നേരെ തൂത്തുക്കുടി പോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. വലിയ പ്രതീക്ഷയോടെയാണ് ഇറക്കിയത്. അപ്പൊ MLH എന്ന് പറയുന്നത് ഞാൻ കേരളത്തിലേക്ക് വാങ്ങിച്ചത്. ഈ മർബവും ഈ സാലും തമിഴ്നാട്ടിലും കർണാടകയിലും വിൽക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അവിടെ കൊണ്ട് ഇറക്കി. കേരളത്തിലേക്ക് അത് കൊണ്ടുവന്നപ്പം ഈ MLH എന്ന മരം ഇവിടുത്തെ ആളുകൾക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, കാരണം മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ളതൊക്കെയാണ് നല്ലത്, പുറത്തുനിന്ന് വരുന്നതൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. മലയാളികളെ പ്രശ്നം എന്താ വെച്ചാൽ മലയാളികൾക്ക് ഈ വെള്ള കളർ കണ്ട മരം എടുക്കില്ല. വൈറ്റ് കളറിന് കണ്ടാൽ ഒരു റെഡിഷ് മരം ഉണ്ടെങ്കിൽ ഇവിടെ ചിലവാകുള്ളൂ. അത് മരമായാലും പ്ലൈവുഡ് ആയാലും ഈ വൈറ്റ് കണ്ടാൽ അവരുടെ ധാരണ റബ്ബർ വുഡോ അല്ല പാഴ്മര എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്ക് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് അത് വിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ മരം ഞാൻ ഇവിടെ സാധിച്ചില്ല വിൽക്കാൻ. പിന്നെ കുറച്ച് കൊടുത്തിട്ട് പാക്കിംഗ് കേസിനാക്കി കൊടുത്ത് ഒഴിവാക്കിക്കുക. ഇതിലേക്ക് പൈസ നഷ്ടമാണ്. ഇതിന്റെ കൂടെ ഇത്രയും പകുതി കൊണ്ടിട്ട് ഞാൻ ഇവിടെ തമിഴ്നാട്ടിലും കർണാടകയിലും കൊണ്ടുവരുന്നത് ഈ സാലും മർബോ അത് വിറ്റുപോയി. അപ്പം വീണ്ടും ഈ പോകാനുള്ള ഒരു ധൈര്യം വന്ന് അവിടെ മലേഷ്യ അത് അങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ കേരളത്തിലേക്ക് പറ്റിയ മരം ഇവിടെ കിട്ടുന്നു പിന്നെയും തിരക്കി. അപ്പം പറഞ്ഞപ്പോൾ അത് മ്യാൻമാറിൽ കിട്ടും എന്ന് പറഞ്ഞു. മ്യാൻമാറിലേക്ക് പോയി. അങ്ങനെ പോയി നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്ത് എമുബായ് എന്ന് പറഞ്ഞ മാംഗ്ലൂരിൽ ഒരാളുടെ ഏജന്റ് മ്യാൻമാർ പോകാറുണ്ട്. അങ്ങനെ മ്യാൻമാർ വണ്ടി കയറി. അപ്പോൾ ഇവിടുത്തെ ഇരുമുള്ളിന് പകരം ഒരു മരം അവിടെ കണ്ട് ഞാൻ തൊലിയെ കണ്ട് മനസ്സിലായി പിൻകോഡ. അങ്ങനെ അത് പിൻകോഡ എന്ന് പറഞ്ഞ മരം, അവിടുത്തെ പിൻകോഡ എന്ന് പറഞ്ഞ അത് പർച്ചേസ് ചെയ്ത് ഇവിടെ തൂത്തുകൂടി കൊണ്ടുവന്ന് ഇവിടെ മില്ലുകളിലേക്ക്. അല്ലല്ല, അത് LC ബാങ്ക് ടു LC ഇവിടെ ഓപ്പൺ ചെയ്യുന്ന അന്ന് കേരളത്തിൽ നമ്മളെ ബാങ്ക് ഓറിയന്റൽ കൊമേഴ്സാണ്. അതിന്റെ ബ്രാഞ്ച് ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല, ചെന്നൈയിൽ പോകണം. അപ്പോൾ ഇവിടുന്ന് ലെറ്റർ വാങ്ങി അവിടെ കൊണ്ട് ഓപ്പൺ ചെയ്ത് 1-2 ദിവസം പിടിക്കും. ഇന്നത്തെ മാതിരി ഇന്ന് എല്ലാ ബ്രാഞ്ചും ഫോറിൻ എക്സ്ചേഞ്ച് ഇവിടെ ഡയറക്റ്റ് ചെയ്യാം. അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ബാംഗ്ലൂരോ ബോംബെ ചെന്നൈയിലോ പോകണം ഫോറിൻ എക്സ്ചേഞ്ച്. കേരളത്തിൽ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അന്ന് ചെന്നൈ പോയി നമ്മൾ ചെയ്യാറ്. അങ്ങനെ മ്യാൻമാറിൽ നിന്ന് തടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റിംഗ് തുടങ്ങി. ആദ്യം നമ്മളെ കേരളത്തിലെ പല മില്ലുകളും കൊണ്ടു കൊടുത്ത്. അപ്പോൾ അവർ ഒരു ലോഡ് അരലോടൊക്കെ കൊണ്ട് ഇറക്കി കൊടുത്ത അത് ചില മില്ലുകൾ ഇതിപ്പോൾ ഇവിടെ പറ്റൂല, ഉളി പിടിക്കുന്നില്ല, ഇത് മോശമാണ്, ഇത് വാഴ് വാങ്ങിക്കില്ല, വാള് മുറിക്കാൻ കഴിയില്ല, അങ്ങനെ ഇത് തിരിച്ചു കയറ്റിക്കുമായിരുന്നു. വീണ്ടും നമ്മുടെ മുമ്പ് വലിയൊരു ചോദ്യചിഹ്നം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വേണ്ട, അത് വിറ്റിട്ട് കാശ് തന്നാൽ മതി, അവിടെ വെക്ക്. ചില മില്ലുകാരെ ആക്സെപ്റ്റ് ചെയ്ത്, മറ്റു ജില്ലകാർ ഇത് കയറ്റി കൊണ്ടുപോകാൻ പറയാം. കയറ്റി കൊണ്ടു 1-2 മില്ലിനെ കയറ്റി കൊണ്ടുവേണ്ടി വന്നു. ഈ തടി ഇങ്ങനെ ലോറി വിളിച്ച് അടുത്ത മില്ലിൽ കൊണ്ടു ഇറക്കി. ക്രമേണ ഇത് 5-6 മാസം 1 വർഷം ആകുമ്പോൾ മാർക്കറ്റാകാൻ തുടങ്ങി. ഇപ്പം നല്ല ഹിറ്റായി ഇങ്ങനെ വന്ന് നല്ല ക്വാണ്ടിറ്റി പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ മലബാർ സൈഡിന് പേരിട്ടത് മലേഷ്യൻ ഇരുൾ എന്നാണ് പറയാ. ഇരുള്. ഇതിന് ശരിക്കും മ്യാൻമാർ തടിയാ. അപ്പൊ നമ്മൾ എന്താട്ടെ അവരിട്ടോട്ടെ, നമുക്ക് ബിസിനസ് നടത്താമല്ലോ. ഈ കൊച്ചിയിലേക്ക് വരുമ്പോൾ ചെറുതേക്ക് എന്ന് പറയും ഈ തടിക്ക്. അവിടെ വേറെ പേരാ. അപ്പൊ എന്താട്ടെ നമുക്ക് ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ മാസം കേരളത്തിൽ 3-4 കപ്പലും മരം വരുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടാതെ ഒരു 10-15 ഇമ്പോർട്ടർമാർ വന്നത് ഇവിടെ കൊണ്ടുവരൽ തുടങ്ങി. അങ്ങനെ നല്ലൊരു ബിസിനസ് 2013 വരെ നടന്ന്. 2013 പിന്നെയും പ്രശ്നങ്ങൾ വന്ന് അവിടുത്തെ ഗവൺമെന്റ് ഇത് സ്റ്റോപ്പ് ചെയ്ത്. അല്ല, അവിടുന്ന് റൗണ്ട് ലോക്സ് ആയി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് 2014 സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഈ തടി ഇത് കൂടാതെ തേക്കും കൊണ്ടുവന്ന് നല്ലവണ്ണം ബർമ തേക്ക് കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഇവിടുന്ന് റീ എക്സ്പോർട്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് റീ എക്സ്പോർട്ട്, ഇന്ത്യയിൽ അത് ഞാൻ സോമിൽ പൊള്ളാച്ചിയിൽ ഇട്ട് ഫാക്ടറി, അവിടുന്ന് തൂത്തുക്കുടി പോർട്ട് വെച്ച് റീ എക്സ്പോർട്ട് ആക്കി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടി കയറ്റുന്നത് 2008 തൊട്ട് 2013 വരെ എനിക്ക് അവാർഡ് കിട്ടി.
എന്റെ ജീവിതത്തിൽ ഇവിടെ തടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു എന്നെ കൂടെ വരനെ ഉപേക്ഷിച്ച് പോയ ആളാ. എനിക്ക് ഞാൻ ഇവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ തടി 5 വർഷം തുടർച്ചയായിട്ടുള്ള അവാർഡ് കിട്ടി. അതൊക്കെ എനിക്ക് ജീവിതത്തിൽ വളരെ അഭിമാനം, സന്തോഷമുള്ള. ഈ മ്യാൻമറിൽ നിന്ന് തടി കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോ പലരും ഇക്കോട് പറഞ്ഞല്ലോ ഈ തടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നിരാശ തോന്നിയില്ല? നിരാശ പിന്നെ ട്രൈ ചെയ്യാൻ പറ്റൂല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഒരു ഇറങ്ങിയാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട്, അതാണ് നമ്മുടെ സ്വഭാവം. അതിന് രാത്രിയും പകലൊന്നുമില്ല, 24 hour വർക്ക് ചെയ്യുക. നമ്മൾ പ്രയത്നിച്ചാൽ അത് നമ്മളെ പ്രയത്നമാണ് നമ്മളെ മുതൽ. അതിന്റെ ഫാദർ തന്നെ പറഞ്ഞു, നമ്മൾ ശരിക്കും പ്രയത്നിക്കണം, എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ, കഷ്ടപ്പെടണം. അപ്പൊ എല്ലാ അന്ന് തന്നെ നിർത്തിപ്പോയി. 87 നമ്മൾ നിർത്തിയിട്ടുണ്ടാവും, അല്ല വേറെ ഫീൽഡിൽ പോയിട്ടുണ്ടാവും. നമ്മൾ ഈ ലെവലിലൊന്നും എത്തൂല, ഈ ഫീൽഡിൽ എത്തൂല. അന്നത്തെ കേരളത്തിൽ അവസ്ഥ ആലോചിച്ചാൽ തടി കിട്ടാനില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഓരോ ട്രൈ ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഓരോ മാർഗം തുറന്നു വരും. അങ്ങനെയാണ് ഇവിടെ ഈ മ്യാൻമാറിൽ. അപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരം ഇഷ്ടം പോലെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ന് ഫസ്റ്റ് ക്ലാസ് രാജ്യങ്ങളായ യൂറോപ്യൻ കൺട്രിയിൽ നിന്നും, അതായത് ഓസ്ട്രേലിയ, അവിടെ അമേരിക്കൻ കൺട്രി ഒക്കെ മരം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. അവിടെയും നമ്മളെ മരം സെലക്ഷൻ ബില്ലിംഗ് നടത്തിയ പോലെ ഏക്കറിന് 10 വർഷം കൂടുമ്പോൾ 5-6 മരങ്ങൾ അവർ മുറിക്കുന്നത്. പിന്നെ അവരെ വേക്കൻ്റായ സ്ഥലങ്ങളിൽ അത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വെച്ച് പിടിപ്പിച്ച് ഓരോ കമ്പനിക്ക് ഏൽപ്പിക്കുക. 10 വർഷം 12 വർഷം ഇത് വെട്ടി തടി കയറ്റുന്നത്. ആ തടിയാണ് ഇപ്പോൾ നമ്മൾ തീപ്പെട്ടിക്കൊള്ളിക്ക് ഈ പോപ്പുലർ റൂട്ടൊക്കെ വരുന്നത് യൂറോപ്യൻ കൺട്രിയിൽ നിന്നാണ്. അത് തൂത്തുക്കുടി പോർട്ടിൽ ഇറക്കിയിട്ട് ഇന്ന് അവിടെ ഈ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കണ ഫുൾ ഫാക്ടറി അവിടെ ശിവകാശി, സാത്തൂർ, കോയിൽപ്പട്ടി അവിടെ. അവർ ഓരോ മാസം 2-3 കപ്പൽ മരം കൊണ്ടുവന്നിട്ടാണ് അവിടെ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്നത്. മുമ്പ് അത് നമ്മുടെ കേരളത്തിന്റെ കുത്തകയായിരുന്നു, ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. അതുപോലെ ഇന്ത്യയിലെ എല്ലാ പോർട്ടിലും തടി വരൽ തുടങ്ങി. അവിടെയൊക്കെ ഈ വ്യവസായം വളർന്നു തുടങ്ങി. ഇവിടെയും നമ്മുടെ പ്ലൈവുഡ് വ്യവസായം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ ഷിബിലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഷിബിലി ഇപ്പൊ ബിസിനസ്സിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഏകദേശം 8 വർഷമായി. എത്രാമത്തെ വയസ്സിലാണ് എത്തുന്നത് ബിസിനസ്സിൽ? 22ാമത്തെ വയസ്സിൽ. എന്തായിരുന്നു ഇപ്പൊ പഠിച്ചതൊക്കെ? ഞാൻ ബികോം കഴിഞ്ഞു, പിന്നെ ഫാദറിന്റെ കൂടെ ജോയിൻ ചെയ്തു. നിങ്ങളും വളർന്നത് ഹിൽവുഡിൽ തന്നെയാണ്? ഞാൻ ഏകദേശം എന്റെ സ്റ്റഡി സമയത്ത് തന്നെ വെക്കേഷൻസിലൊക്കെ ഫാദറിന്റെ കൂടെ പിന്നെ ഫാക്ടറിയിലും ഓഫീസിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഫാദറിന്റെ കൂടെയുള്ള നമ്മുടെ ഒരു മെന്റർ ഉണ്ടായിരുന്നു. ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു മാനേജറായിട്ട് ബീജാനിക എന്ന് പറയും. അപ്പൊ അവരുടെ കൂടെ ഞാൻ വെക്കേഷൻ ആകുമ്പോൾ ഉപ്പ അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അവരുടെ കൂടെ നിന്ന. അപ്പോൾ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 വർഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം പഠിപ്പിച്ചിട്ടുള്ള പുള്ളിയായിരുന്നു. ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ അവിടെ ചെന്ന ഇത് ഇന്നതാണ് മോനെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ കൂട്ടേണ്ടത്, എല്ലാം പഠിപ്പിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു 2 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാദറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുക. പുള്ളിയാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാറ്. പിന്നെ എന്തെങ്കിലും മരത്തിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ, ഞങ്ങൾ ഫ്രഷർ അല്ലേ, ചില കാര്യങ്ങൾ ചില മരങ്ങൾ ഉണ്ടാവും മനസ്സിലാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പാനോട് ചോദിക്കും, ഉപ്പ ഏകദേശം സാമ്യമുള്ള വിദേശ രാജ്യങ്ങൾ നമ്മൾ ഏതെങ്കിലും മരങ്ങൾ കണ്ട ഉപ്പാനോട് ചോദിക്കും, ഇത് എന്ന മര? അപ്പോൾ പറയും ഇത് നാട്ടില് ഇന്ന സ്പീഷീസ് ആയിട്ട് താരതമ്യമുള്ള മര, ഇതിന് ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇന്നൊക്കെ ഗുണങ്ങളുണ്ട് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഇന്ന് വന്നിട്ട് മൊത്തമായിട്ട് പഠിച്ചെടുക്കണം എന്ന് വെച്ചാൽ പറ്റില്ല. അതിൽ ഒരുപാട് ടെക്നിക്കൽ വിഷയങ്ങളുണ്ട്, അതിങ്ങനെ എക്സ്പീരിയൻസിലൂടെ കിട്ടുള്ളൂ. വാപ്പച്ചി ബിസിനസ്സിലേക്ക് വന്നപ്പോൾ വലിയപ്പോ ആദ്യം തീപ്പെട്ടി കമ്പനി കൊടുത്തു, അത് കഴിഞ്ഞ് പ്ലൈവുഡ് കമ്പനി കൊടുത്തു, പിന്നെയാണ് സോമിലേക്ക് കയറ്റിയത്. ഷിബിലിനെ ആദ്യം എന്ത് പരിപാടി ഏൽപ്പിച്ചത്? ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ പിന്നെ ഇമ്പോർട്ട് ചെയ്ത മരങ്ങൾ സെയിൽസിൽ കാര്യങ്ങളൊക്കെ അതായിരുന്നു കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്തത്. കേരളത്തിൽ ഉടനീളമുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും, പക്ഷെ അവരെ മാനേജ് ചെയ്യുക, സെയിൽസ് കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക, അപ്പോൾ അവർക്ക് വേണ്ട പാക്കിംഗ് ലിസ്റ്റ് അറേഞ്ച് ചെയ്യുക, അതെങ്ങനെ വിൽക്കണം എങ്ങനെയാണെന്നുള്ള അതിന് പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള അസിസ്റ്റ് ചെയ്യും ഫാദർ. അത് ഞാൻ മേൽനോട്ടം വഹിക്കും. നമ്മൾ പയ്യെ പഠിച്ചു തുടങ്ങി മരത്തെ കുറിച്ചും, എങ്ങനെയാണ് പ്രോസസ്സ്, എവിടെ നിന്നൊക്കെ മരങ്ങൾ കിട്ടും. പക്ഷെ ആ സമയത്താണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി വരുന്നത്. മ്യാൻമറിലെ നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു ബിസിനസ്സിലേക്ക് വന്ന ഉടനെ തന്നെയാണ് വരുന്നത്. എന്തായിരുന്നു ആ പ്രതിസന്ധി? അത് ഏകദേശം ഞങ്ങൾ റെഗുലറായിട്ട് മ്യാൻമാറിൽ നിന്ന് മരം പർച്ചേസ് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാം മിലിറ്ററി കൂപ്പ് വന്നു. അതായത് അവിടെ ഡെമോക്രസി ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോവിഡ് സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, മ്യാൻമാറിൽ ഈ മിലിറ്ററി ഈ ഡെമോക്രസിയെ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഫാക്ടറി ഉണ്ടായിരുന്നു. 2013 സ്റ്റാർട്ട് ചെയ്ത ഫാക്ടറി. അവിടെ ഏകദേശം 100-200 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആ ഫാക്ടറി തുടങ്ങിയതായിരുന്നു. അപ്പോൾ ആ ഫാക്ടറിയിൽ നിന്നായിരുന്നു ഞങ്ങൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലോട്ടുള്ള
സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് വിൽക്കാറ്. അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് അവിടുത്തെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഓപ്ഷനിൽ പങ്കെടുത്ത് മരം മേടിക്കും. എന്നിട്ട് മരത്തിന് പേയ്മെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഈ സർക്കാർ ഡെലിവറി ഓർഡർ തരും. അത് ഡിപ്പോകൾ ഞങ്ങളുടെ ഫാക്ടറി വരുന്നത് മ്യാൻമാറിൻ്റെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലായ യങ്കൂണിലാണ്. അവിടെ നിന്ന് ഒരു 1000 കിലോമീറ്റർ 500 കിലോമീറ്റർ ഒക്കെ അപ്പുറമുള്ള ഫോറസ്റ്റുകളിലായിരിക്കും ഡിപ്പോ മരം ലോഡ് ചെയ്യാൻ വേണ്ടി പോകുക. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ മരം മേടിച്ചു, ഒരു വലിയ തുകയ്ക്ക് മരം മേടിച്ചു, ഞങ്ങളവിടെ പേയ്മെൻറ്റ് ചെയ്തു. ഇപ്രാവശ്യം മിലിറ്ററി കൂപ്പ് വന്നപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ മരം മേടിച്ചു, പേയ്മെൻറ്റ് ചെയ്തു, ഡിഒ മേടിച്ച് ഞങ്ങൾ നേരെ മരം ലോഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സ് ഞങ്ങളുടെ മരം ലോഡിങ് തടഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു ഒക്കെ വെപ്പൺസ് ഉള്ള പ്രൊട്ടസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ലോഡ് കയറ്റിയാൽ ഞങ്ങൾ ഇത് മൊത്തം കത്തിക്കും. ഫുള്ള് മേടിച്ചു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര പേടിച്ചു പോയി. അത്രയും എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റേഴ്സാണ്, ഇവർക്ക് വെപ്പൺസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നാടല്ല. ഇവിടെ കോവിഡ് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കോവിഡാ, നമുക്ക് ഫ്ലൈറ്റ് വരെ ഇല്ല. പിന്നെ മാത്രമല്ല മ്യാൻമാർ ഈ കോവിഡ് സമയത്ത് വിസകൾ അങ്ങോട്ട് പോകാനുള്ള ബോർഡറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുക. പിന്നെ അവിടെ മിലിറ്ററി വന്നുകൊണ്ട് തന്നെ അവർക്ക് ഫോറിനേഴ്സ് വരുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ കോവിഡിന്റെ പേരും പറഞ്ഞ് അവർ ഈ ബോർഡർ അങ്ങ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെ ഞങ്ങൾ ഒരുപാട് കോളിലും ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തു. ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി എൻ്റെ ഫാദർ പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഈ മിനിസ്ട്രിയിൽ തന്നെ, ഫോറസ്റ്റ് മിനിസ്ട്രിയിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് അവർ നമുക്ക് സ്പെഷ്യലായിട്ട് വിസ അലോട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഞങ്ങൾ ഇവർ പ്രൊട്ടസ്റ്റേഴ്സാണ്, ഞങ്ങൾ അവരെ നേരിൽ പോയി കണ്ടു, ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് നമ്മളോട് എന്തോ ഒരു സഹതാപം തോന്നിയിട്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോ, പക്ഷെ റോഡ് മുഖാന്തരം കൊണ്ടുപോകാൻ പാടില്ല, ബാർജ് മുഖാന്തരം കൊണ്ടുപോയിക്കോ, ഇനി മേലാൽ ഈ പണി എടുക്കരുതിട്ടോ എന്നും കൂടെ പറഞ്ഞു. കാരണം നിങ്ങളാണ് ഈ മിലിറ്ററി കൂപ്പിന് ഫണ്ട് ചെയ്യുന്നത്, നിങ്ങൾ മരം മേടിക്കുന്നതുകൊണ്ടാണ് അവരിപ്പോൾ ഈ അക്രമം മൊത്തം ജനങ്ങളിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ലോഡ് ചെയ്തു. പിന്നെ ആ മരം എക്സ്പോർട്ട് ചെയ്ത് അതോടെ ബർമ പുഴയിൽ ബാർജ് കപ്പൽ, അങ്ങനെ ആ കപ്പൽ കൊണ്ടുവന്നു ലോഡ് ചെയ്തു വിട്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള ഫാക്ടറിയും അവിടുത്തെ സോമില്ലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോന്നു. അവിടെ എല്ലാം ഉപേക്ഷിച്ചു. ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു. എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ, സോമിൽ, ക്രെയിൻ, അങ്ങനെയുള്ള എല്ലാ. എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? വലിയ എമൗണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വന്നു. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഫാക്ടറി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വന്നു. വലുതായപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇനി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. US സാങ്ഷൻ വന്നു. അവിടെ US ഡോളറായിട്ട് നമുക്ക് ഇനി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു തരത്തിലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പായപ്പോൾ പിന്നെ സേഫ്റ്റി പ്രശ്നംസ്, ഫണ്ടിന് സേഫ്റ്റി ഇല്ല, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അത് മൊത്തത്തിൽ 5 മണി കഴിഞ്ഞ് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. സ്റ്റാഫൊക്കെ എടുക്കുക വിളിച്ചു പറയും. കോവിഡ് സമയത്തായിരുന്നു ഈ മിലിറ്ററി കൂപ്പും. അപ്പോൾ മൊത്തത്തിൽ കോവിഡ് ആയപ്പോൾ മൊത്തത്തിലൊരു ഭീതിയുള്ള അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പുറത്ത് വെടിയുടെ ഒച്ച കേൾക്കുന്ന, ആളുകളെ ഷൂട്ട് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവർ പറയും എനിക്ക് നാട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് ഇയാളെ റീപ്ലേസ് ചെയ്ത് വേറെ ഒരാളെ അവിടെ വെക്കാനും പറ്റില്ല. അപ്പോൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, നീ അവിടെ നിൽക്ക്, നീ സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അവർ ഇട്ടു പോന്നാൽ നമുക്ക് അവിടെ മുതലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ കിടക്കാം. അപ്പോൾ അവിടെ ശരിക്കും അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് അവിടെ ഇരുന്നു, പുറത്ത് ഇറങ്ങുന്നത് സൂക്ഷിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പക്ഷെ അവിടെ അവർ സേഫ് ആണെങ്കിൽ പോലും അവരെ വീട്ടിലുള്ള ആളുകൾ പറയും, മോനെ നീ നാട്ടിലോട്ട് പോരും, ഇവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ട് വർക്ക് ചെയ്യണ്ട, വളരെ റിസ്ക്കിയാണ് നിന്റെ ലൈഫ്. അപ്പോൾ അതൊക്കെ അവരെ വീട്ടുകാരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യും, സ്റ്റാഫിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഈ പ്രശ്നം അവിടെ വേറെ കിടക്കുന്നു, അതും സോൾവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ മരം തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങളത് പ്രോസസ്സ് ചെയ്ത് ആ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവിടെ വെച്ച് ഇങ്ങ് പോകുന്നു. ഏതെങ്കിലും കാലത്ത് കാര്യങ്ങളൊക്കെ ശരിയാ ഒന്ന് പോയി നോക്കണം. പക്ഷെ അതൊരു നഷ്ടമായിരുന്നില്ല, കുറെ പഠനങ്ങളായിരുന്നു. പഠനങ്ങളാണ്. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഇന്തോനേഷ്യയിൽ പോയിട്ട് അവിടെ ഞാൻ ചോദിക്കാൻ വേണ്ടിയിരുന്നു, അങ്ങനെ മ്യാൻമർ നമ്മുടെ മുമ്പിൽ അടഞ്ഞു, നമ്മൾ ഓരോ വഴി അടയുമ്പോഴും പുതിയ വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വഴി തേടി എങ്ങോട്ടാ പോയത്? ഇന്തോനേഷ്യ. നമ്മൾ പണ്ടേ മനസ്സിലാക്കിയതാണല്ലോ അല്ലെ, മരം കുറെ ഉണ്ട്, ലോകം മുഴുവൻ മരം ഉണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നല്ലോ. നേരെ ഇന്തോനേഷ്യയിൽ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. ഇന്തോനേഷ്യയിലെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു, നന്നായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മ്യാൻമാറിൽ എടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ ഇന്തോനേഷ്യയിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ പോയി. പക്ഷേ വലിയൊരു മാറ്റം ഈ ഹിൽവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത് ഷിബിലിയൊക്കെ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമായിരുന്നു. എന്തായിരുന്നു ആ ഒരു മാറ്റം? അതായത് ഞങ്ങൾ ഇതുവരെ നമ്മൾ മരം വിറ്റുകൊണ്ടിരുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ ബ്രാൻഡഡ് വുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിലും കമ്പി, സിമെന്റ്,
ടൈൽസ് എല്ലാം നമ്മൾ കാണുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലെടുത്താലും ബ്രാൻഡുകളുണ്ട്. ഈ വുഡിൽ ശരിക്കും ബ്രാൻഡില്ല. പ്ലൈവുഡിലുണ്ട്, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള റോ വുഡിൽ ഒരു ബ്രാൻഡും ഇല്ല. അപ്പോൾ ഈ ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ വളരെ സുഖമുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ഇപ്പോൾ ഞങ്ങളൊക്കെ വിറ്റുകൊണ്ടിരുന്നത് കസ്റ്റമേഴ്സിനല്ല, ഒക്കെ ഡീലേഴ്സിനാണ്. ഈ ഡീലേഴ്സാണ് ഈ കസ്റ്റമേഴ്സിന് വിൽക്കുക. അപ്പോൾ ഈ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ പൊതുവെ ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് സെയിൽസിൽ ഡ്രോപ്പ് വന്നു. ഇപ്പോൾ മരത്തിന് പൊതുവെ നല്ല മരം കിട്ടാനില്ല, മരം വെച്ചാൽ കുത്തിപ്പോവും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഇടയിലുണ്ട്. പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ മരത്തിന് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്ട്സ്, WPC, സ്റ്റീൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ പറയുന്നത് മരം വെച്ചാൽ ചെതലാവും, പണി കിട്ടും. അത് പറഞ്ഞിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഹോൾസെയിലിൽ ഒരു വലിയ വോളിയം ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് അതൊക്കെ ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. പിന്നെ രണ്ടാമത്തെ കാരണം ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പിച്ചൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മരം മേടിക്കാൻ പോകുമ്പോൾ ആളുകൾക്ക്, കൺസ്യൂമേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള ഒരു തോട്ട് നമുക്ക് വന്നു. അതിനൊരു പ്രൊഡക്റ്റ് ആക്കണം, ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമാണ്. സംബഡി ടു ടേക്ക് ദി റിസ്ക്. അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ബ്രാൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ബ്രാൻഡ് ചെയ്ത് ഈ വുഡ് എന്നുള്ള ബ്രാൻഡ് ഒരു 3 വർഷം മുന്നേ ലോഞ്ച് ചെയ്തു. അതിപ്പോൾ നന്നായിട്ട് പോയി തുടങ്ങി, നല്ല എൻക്വയറി ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റായി മാറി. ഇതിന്റെ ഇടയ്ക്ക് ഒരു വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഈ മുപ്പ് പറഞ്ഞ മരങ്ങൾ വെച്ചിട്ട് പലരും വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ തടിക്ക് കുറച്ച് വന്നപ്പം അപ്പൊ ഈ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആഞ്ഞിലി പ്ലാവ് ഇങ്ങനത്തെ തടികളൊക്കെ വാങ്ങി. പക്ഷെ ആഞ്ഞിലിയും പ്ലാവും തമ്പവും ഒക്കെ നല്ല മര, അതായത് മിനിമം ഒരു 50 വർഷമെങ്കിലും പഴക്കം വേണം, അല്ലെങ്കിൽ ആ തടി കൊള്ളൂല. അത് വെച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് 10, 15, 20 വർഷമുള്ള ഈ ആഞ്ഞിലും പ്ലാവ് വെച്ച് തടി ഉണ്ടാക്കും. പിന്നെ നോർത്തുനിന്ന് വരുന്ന അങ്ങനത്തെ മരങ്ങളൊക്കെ വെച്ചിട്ട്, നീലോട്ടിക്ക പോലത്തെ മരങ്ങൾ വെച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് ഇവര് 3 വർഷം കൊണ്ട് തന്നെ ഈ കട്ടിൽ നശിക്കാൻ. അപ്പൊ ആളുകൾക്ക് മരം ഒരു പേടി സ്വപ്നമായി. അപ്പോഴാണ് ഈ മറ്റുള്ള പ്രൊഡക്റ്റും ഇത് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന്റെ മരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഉപയോഗം കുറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഇത് നല്ല മരം നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ബ്രാൻഡിങ് തുടങ്ങിയത്. ഈ പിള്ളേര് നീ ഐഡിയ പറഞ്ഞപ്പോ ആദ്യമേ തന്നെ ആക്സെപ്റ്റ് ചെയ്തോ, നമുക്ക് സെറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞോ? ഫസ്റ്റ് എനിക്കറിയാതെ ഇതിന് വേണ്ടി ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഒന്ന് ഒരു വീട് വെക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തടി വാങ്ങല. ബാക്കി എല്ലാ സാധനത്തിനും ബ്രാൻഡ് കിട്ടും, സിമന്റ് കിട്ടും, കമ്പി കിട്ടും, സാനിറ്ററി ഫിറ്റിംഗ്, ഇലക്ട്രിക് എല്ലാം. മരം മാത്രമേ അതിലൊരു ബ്രാൻഡിലല്ലാത്ത സാധനമുള്ളൂ. അതിൽ മരം വാങ്ങണം, ഒരു കഷ്ണം മരം വാങ്ങണം, മില്ലിൽ പോകണം, തടിയെടുക്കണം, അത് അറക്കണം, ഒരുപാട് ടെൻഷൻ ഉണ്ട്. വീട് വെക്കുന്ന അധികം ആളുകളും വിദേശത്തുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഗൾഫിലും യൂറോപ്യൻ കൺട്രികളിലൊക്കെ ജോലി ചെയ്യുന്ന അമേരിക്കയിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ വലിയ വീട് വെക്കുന്നത്. അവർക്കിത് ഒട്ടും സൂട്ടബിൾ അല്ല. അവരിതിന് ഭയങ്കര ടെൻഷനാണ്. അവർ അത് അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ഈ തടി വാങ്ങി വെച്ചാൽ അത് എന്തായാലും ഗ്യാരണ്ടി ഇല്ല. ഈ പ്ലാവ് എന്ന് പറഞ്ഞ പ്ലാവ് പ്രത്യേകിച്ച് നല്ല മരം നല്ലതാണ്. പക്ഷെ അതിന് ഏജ് കൂടി നമ്മൾ ഏജ് 100 വർഷം 50 അങ്ങനത്തെ മരങ്ങളെ വാങ്ങാവൂ. 10 വർഷമുള്ള പ്ലാവ് വാങ്ങി വെച്ചാൽ, അല്ലെ 10 വർഷം 15 വർഷം പ്രായമുള്ള തേക്ക് വെച്ചാൽ 2 വർഷം 3 വർഷം നിൽക്കൂല, കുത്തി ചെത്തലരിച്ച് പോകും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേടി ജനങ്ങൾക്ക് കുടുങ്ങി. അപ്പൊ അതിനൊന്ന് അഡ്രസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ബ്രാൻഡ് ചെയ്തേക്കുന്ന എല്ലാ സാധനവും യൂണിഫോമിറ്റി ഉണ്ട്, പക്ഷെ തടിയിൽ അങ്ങനെ നമുക്കൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ സാധിക്കും. അതായിരുന്നില്ലേ നിങ്ങളും അഫക്ട് ചെയ്തിരിക്കണം? എനിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു തോട്ട് അതാണ്. അതിന് നമുക്ക് ഒരു അനുഭവ പരിചയമുള്ള ഒരു മരേ പറ്റുള്ളൂ. ബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം പാർട്ടിക്ക് വിശ്വസിച്ച് കൊടുക്കാൻ കഴിയണമല്ലോ. അത് നമ്മളെ അനുഭവത്തിൽ പരിചയമുള്ള മരമാണ് ഈ മർബോ. ഞാൻ പറഞ്ഞല്ലോ 95 ഈ മരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് വീടിന് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു കംപ്ലൈന്റും വന്നില്ല. അപ്പോൾ നമ്മൾ ആ മരം തിരഞ്ഞെടുത്തിട്ടാണ് ബ്രാൻഡ്. പിന്നെ പൊതുവെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്താൽ, നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ചെയ്താൽ 10 സ്മാർട്ട് ഫോൺ മേടിച്ചാലും 10 ഒരുപോലെ ആയിരിക്കും കാണാൻ, ഒരേപോലെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ബ്രാൻഡ് മരത്തിൽ ബ്രാൻഡ് ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എല്ലാവരുടെ തോട്ടും അങ്ങനെ വരിക. പ്ലൈവുഡ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റാ, അതൊരു റോ മെറ്റീരിയൽ. അപ്പോൾ ഈ മരത്തിൽ അങ്ങനെ സാധിക്കുമോ? അത് ഓരോ മരങ്ങളും ഓരോരോ ഗുണങ്ങളുണ്ടാവും. റൗണ്ട് ലോഗ് ആയിട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ച് അതിന് ഓരോ മരങ്ങളും ഓരോ പോലെ ആയിരിക്കും, ഒന്നും യൂണിഫോം ആയിട്ട് നമുക്ക് കിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ ഈ മെർബോ എന്നുള്ള മരത്തെക്കുറിച്ച് നമുക്ക് ആദ്യം അറിയുന്ന മരം ഇത് അങ്ങനെ കൊടുക്കാം. അത് കട്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്ത് കെമിക്കൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് യൂണിഫോം ക്വാളിറ്റിയിൽ 10 പീസ് എടുത്താലും 10 പീസ് അങ്ങനെ കിട്ടും. വെള്ളമില്ല, കേടില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് 0 വേസ്റ്റേജോടെ ആവശ്യത്തിനനുസരിച്ച് നല്ല 100 വർഷത്തിന് മേലെ മൂപ്പുള്ള മൂപ്പാണ്. 100 വർഷത്തിന് 100 വർഷത്തിൽ 200, 300, 400 വർഷം വരെ മരം ഉണ്ട് അതില്. അത്രയും മണ്ണുള്ള മരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതിനൊരു ഫോട്ടോ അയച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളെ ഹൈറ്റിനായിട്ടുള്ള മരങ്ങൾ കണ്ടാലേ അറിയാൻ പറ്റും. അപ്പൊ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുമെന്ന് ബ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ പഠിച്ചു. അത് ഏത് ബ്രാൻഡ് നമ്മളൊരു ബ്രാൻഡായിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഉറപ്പ് നമുക്ക് വേണമല്ലോ. കൺസിസ്റ്റന്റ് വേണം, അല്ലാതെ ബ്രാൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഒന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവൈലബിൾ ആവണം ഒന്ന്, പിന്നെ യൂണിഫോം ക്വാളിറ്റി ആവണം. എപ്പോൾ അത് അവൈലബിലിറ്റിയിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല. പിന്നെ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രോമിസസ് പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് ആ ബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതിലൂടെ സെയിൽസ് കൂടുന്നതിന് പകരം സെയിൽസ് കുറയും. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ബ്രാൻഡ് ചെയ്തപ്പോൾ ഇപ്പോൾ രഞ്ജി പണിക്കരെ വെച്ച് ഒരു കാലഘട്ടം, എനിക്ക് 2-3 കൊല്ലം മുന്നേ കേരളത്തിന്റെ എവിടെ പോയാലും ഹിൽവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പരസ്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങളിത് കൊടുക്കുന്നത് B2B കസ്റ്റമേഴ്സ് ആണ്. ഒരു ഹിൽവുഡിന്റെ ഒരു ബിസിനസ് മോഡൽ B2B ആണ്. B2Bയിൽ നിൽക്കുന്ന നിങ്ങൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് B2Cയിലാണ് കസ്റ്റമേഴ്സിന്റെ ഒരു എൻഡ് പോയിന്റ് വരുന്നത്. നിങ്ങളുടെ ഡീലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെഗറ്റീവ് ആയില്ല? അത് ആ സ്റ്റേജിൽ ഇനീഷ്യലൊക്കെ ഞങ്ങൾ ബ്രാൻഡ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ തോട്ട് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. നല്ല ഇതുവരെ ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നല്ലൊരു ഉഷാറായിട്ട് സെയിൽസ് വരും എന്നൊക്കെയുള്ള ഒരു തോട്ട് പൊതുവെ നമുക്ക് വരും. പക്ഷെ ഞങ്ങൾ ആ ബ്രാൻഡ് ചെയ്ത സമയത്ത് ഞങ്ങൾ നന്നായിട്ട് പരസ്യങ്ങൾ വെച്ചു, അക്രോസ് കേരള ഹോർഡിങ് വെച്ചു, പിന്നെ TV ആഡ്സ് ചെയ്തു, കൊമേഴ്ഷ്യൽ ആഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് ഫണ്ട് ഞങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു സെയിൽ കൂടാൻ പോവാം, ഉഷാറായിരിക്കും എന്ന് വിചാരിച്ചു. ബൂസ്റ്റാക്കി നിർത്തി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 1-2-3 മാസമൊക്കെ ഇതിന് എൻക്വയറീസ് ഉണ്ട്, പക്ഷെ കൺവേർഷൻ സ്ലോലി വരുന്നുള്ളൂ. കാരണം ഇതൊരു കൺസ്യൂമർ പ്രൊഡക്റ്റ് അല്ല. ഇത് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വല്ല ഷോപ്പോ ഒക്കെ ആണെങ്കിൽ ആളുകൾ 40 രൂപയുടെ കേസാ ഒന്ന് വാങ്ങി നോക്കാം, ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിലൊരു ട്രസ്റ്റ് കൂടെ വേണം. ആളുകൾക്ക് ഇത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലേ ആളുകൾ മേടിക്കുള്ളൂ. പിന്നെ വേറെ ഒരാൾ ഉപയോഗിച്ച് കണ്ടാലേ ഇത് ഉപയോഗിക്കുള്ളൂ. ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഈ ബ്രാൻഡിന്റെ ലെവലിൽ ഇത് വിൽക്കണമല്ലോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ മരം ഇമ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ഡീലേഴ്സിന് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ ഡീലേഴ്സിന് ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്ത ഡീലേഴ്സും ഉണ്ട്, പക്ഷെ പൊതുവെ ആളുകൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മളെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നുള്ള ഒരു ധാരണയാണ്. ട്രഡീഷണൽ ആളുകളാണല്ലോ, തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആള് വരൂല, അപ്പൊ ഇത് ബ്രാൻഡ് ചെയ്താൽ നമ്മളെ മാത്രം ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് ഒരു തോന്നൽ അവർക്ക് തടിക്കച്ചവടക്കാരെന്ന് പറയുമ്പോൾ അവർ അത്രയാണല്ലോ ചിന്തിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് ഈ ബിസിനസ്സിൽ വന്നാണ് ഞങ്ങളുടെ 90% ഡീലേഴ്സ്. ഇപ്പൊ നമ്മൾ ബ്രാൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് ഫ്രഷേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അവർ പഴയ ആളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രഡീഷണൽ ആയിട്ട് ബിസിനസ് ചെയ്ത് വരുന്ന ആളുകൾ കൂടുതലും എൽഡർ ആളുകളാണ്. അവർക്ക് ഈ ബ്രാൻഡ് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർക്ക് ആ കോൺസെപ്റ്റ് അവർക്ക് അതിലോട്ട് ലയിക്കാൻ ഒരു സമയം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് കണ്ടപ്പോൾ എല്ലാം പറഞ്ഞിട്ട് കണ്ടപ്പോൾ വളരെ പെയിൻഫുള്ളായി. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലല്ലോ, ഉള്ള കച്ചവടം കൂടി പോകുമെന്നുള്ളൊരു പേടി വന്ന്. പിന്നെ ഞങ്ങളൊരു 6 മാസം നന്നായിട്ട് വർക്ക് ചെയ്തു. ഓരോ കാർപ്പൻറ്റേഴ്സിലും കോൺട്രാക്ടേഴ്സിലും ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ ഞാനൊരു 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഞാൻ റാൻഡോ ആയിട്ട് ആ സോമിൽ ഒന്നുകൂടെ വിസിറ്റ് ചെയ്തിരുന്നു. ഇന്ന് അവിടെ പോയപ്പോൾ അയാൾ ഏറ്റവും ഫ്രണ്ടിലെ സ്പേസ്, ഏറ്റവും കാഴ്ചയുള്ള സ്പേസിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാക്ക് ചെയ്തിരിക്കുക. ഞങ്ങളുടെ ലേബലിംഗ് ഒക്കെ സഹിതം ഡീലർ ബോർഡിന് വലിയൊരു സ്പേസ് തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മുന്നേ ഉള്ള അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻക്വയറി ആയി വരുന്നേ ഉള്ളൂ. 1 വർഷം 1.5 വർഷമൊക്കെ ആകെ മാറി. പിന്നെ കാർപ്പന്റർമാർക്ക് പണിയില്ലായിരുന്നു. നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതിന് മുന്നേ ജോലി ഇല്ലാതെ നിൽക്കുകയും നമ്മൾ ഈ ബ്രാൻഡ് ചെയ്തോട് കൂടി ഇവർക്ക് ജോലി കിട്ടി. അതായത് ഇതിന്റെ ഉപയോഗം, ഈ കട്ടില ജനലിന്റെ ഉപയോഗം മറ്റുള്ള പ്രൊഡക്റ്റായിട്ട് മാറി. ഇരുമ്പും സ്റ്റീലും പിന്നെ WPC ഒക്കെ ആയി മാറിയിട്ട് ഇവരെ പണി തന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ അവർ തിരിച്ചു പറയൽ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണി കാർപ്പന്റർ എനർജി കൊടുത്ത്. എന്റെ ഇൻഡസ്ട്രിയിൽ മോസ്റ്റ്ലി ഞാൻ യങ്സ്റ്റർ ആണല്ലോ, അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഡീലേഴ്സിനെ വിളിക്കും. ഇതില് പണ്ട് എന്റെ ഫാദർ തന്നെ പറഞ്ഞു, 1985 ആ സമയത്ത് തന്നെ പൊതുവെ ആളുകൾക്ക് വുഡിനോടുള്ളൊരു തോട്ട്, ഇത് ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിലൊരു സ്കോപ്പില്ല. ഞാൻ രാവിലെ എൻ്റെ ഡീലറെ വിളിച്ചാൽ ഡീലർ കച്ചവടം കുറവാണ്. കാരണം ഒരുപാട് മൾട്ടി വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു തോന്നല. അപ്പോൾ
ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡ് ചെയ്തതിനു ശേഷം അവർക്കൊക്കെ നല്ല എനർജി, അവരുടെ സെയിൽസിന്റെ ഒരു 20% 30% നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്യും, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും, നല്ല പ്രൊഡക്റ്റാന്നുള്ള വിശ്വാസം ആളുകളിലോട്ട് എത്തിച്ച് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്താൽ ഇത് എടുത്ത ഒരു പ്രശ്നം വരില്ല. അവർക്കൊരു മനസ്സിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നല്ലതാണെന്നുള്ളൊരു തോന്നലൂടെ അവർക്ക് വരും. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് എപ്പോഴും സോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾസ് ഉണ്ട്, നമുക്ക് കുറച്ച് കർക്കശങ്ങളുണ്ട്. 100 yearsന് മേലെ ഏജ്ഡ് ആയിട്ടുള്ള ലോക്സ് എടുക്കുള്ളൂ, കെമിക്കൽ ട്രീറ്റ് ചെയ്യും, പ്ലെയിൻ ചെയ്ത് റെഡി ടു യൂസ് എന്നുള്ള ലെവലിൽ ഞങ്ങൾ കൊടുക്കുക. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ വലിയൊരു മൂവ്മെന്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് ഡീലേഴ്സ് മീറ്റുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ആദ്യം ശിവലി പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റിലെ ഒരു FMCG പ്രൊഡക്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും ബ്രാൻഡ് ചെയ്യുമ്പോൾ ആ ഡീലർക്കാണ് പൈസ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിനാണ് പൈസ കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കലി ആ ടോട്ടൽ ബ്രാൻഡ് ടേൺ ഓവർ കൂടും. ഇതൊരു മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ അടിപൊളിയാണ്. പക്ഷെ നിങ്ങളൊരു ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് സെഗ്മെന്റിൽ അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വലിയൊരു മാറ്റമായിരുന്നു. ഈ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ കുറെ പേര് കോപ്പി അടിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാകും. അങ്ങനെ വന്ന ബ്രാൻഡുകളിൽ നിന്ന് നമ്മളെ വേറിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മളിൽ ഹിൽവുഡിൽ ആളുകൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒരു ബ്രാൻഡ്, പിന്നെ ഞങ്ങൾ ബ്രാൻഡായിട്ട് ഈ ഉൽപ്പന്നം വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബ്രാൻഡായിട്ട് വിപണനം നടത്തുന്നുണ്ട്, അൺബ്രാൻഡായിട്ട് വിപണനം നടത്തുന്നുണ്ട്. ഇതിലൊക്കെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്വന്തമായിട്ട് അവിടെ ഇന്തോനേഷ്യയിൽ ഫാക്ടറി ഉണ്ട്. ഞങ്ങളുടെ മലയാളികളായിട്ടുള്ള സൂപ്പർവൈസേഴ്സാണ് ഇതിൻ്റെ ഓരോ സ്റ്റേജസും സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുറേ ക്വാളിറ്റി കൺട്രോൾസ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം 100 yearsന് മേലെ ഏജ്ഡ് ആയിട്ടുള്ള ലോക്സ് മാത്രമേ എടുത്ത് പ്രസ് ചെയ്യുള്ളൂ. 100 വർഷത്തിന് മുകളിലുള്ള മരങ്ങളെ നമ്മൾ എടുക്കും. മൂപ്പുള്ള മരങ്ങൾ മാത്രം. ഈ പപ്പുവ ഒറിജിൻ മാത്രമേ എടുക്കുള്ളൂ. പപ്പുവ ദ്വീപിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ഈ മർബോ എടുക്കുന്നത്. വേറെ പല സ്ഥലത്തും മർബോ ഉണ്ട്, ഇത് ഈ ക്വാളിറ്റി ഇല്ല. അപ്പോ ഇപ്പൊ തേക്കാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നാടൻ തേക്കുണ്ട്, കോന്നി തേക്കുണ്ട്, പിന്നെ അതൊരു നോർത്ത് ഇന്ത്യൻ തേക്കൊക്കെ വരുന്നത്. എന്നാലും നമ്മുടെ നിലമ്പൂർ തേക്കിന്റെ ആ ഗുണം ഒന്നിനും ഇല്ല. അതിൽ ബർമ-ടെക്കിന്റെ ഓരോ മണ്ണിന് ഗുണമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റിയാണ് പപ്പോ ഒറിജിൻ മർബോ. ആ മർബോ മാത്രം എടുത്ത് അതിൽ തന്നെ 100 വർഷത്തിന് മേലെ മൂപ്പുള്ള മരങ്ങൾ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പിന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കിൽ ആൻഡ് ഡ്രൈ ചെയ്യേണ്ട ചില ഇപ്പോൾ ഡോറിന്റെ ആവശ്യങ്ങൾക്കൊക്കെ കിൽ ആൻഡ് ഡ്രൈ ചെയ്യണം. കിൽ ആൻഡ് ഡ്രൈ എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടന്റ് കുറയ്ക്കുക. പിന്നെ ഫ്രെയിംസിന് അത് ആവശ്യമില്ല. അപ്പോൾ ഡോറിന് ആവശ്യങ്ങൾക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ കിൽ ആൻഡ് ഡ്രൈ ചെയ്ത് അവിടുന്ന് പ്ലെയിൻ ചെയ്ത് റെഡി ടു യൂസ് എന്നുള്ള നിലക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നേയൊക്കെ ആളുകൾ മരം എടുക്കുമ്പോൾ ആദ്യം റൗണ്ട് ലോഗ് മേടിക്കണം, പിന്നെ അത് പ്രോസസ്സ് ചെയ്യണം. പിന്നെ റൗണ്ട് ലോഗ് മേടിക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ റൗണ്ട് ലോഗ് മേടിക്കാൻ പോവുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മരത്തിനെ കുറിച്ച് യാതൊരു എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് മരം മേടിക്കുന്നു, അതിന്റെ കേടെന്താണ്, അതിന്റെ ഇത് ഏത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ആ മരം മേടിച്ച് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഒരുപാട് നഷ്ടം വരും, നിങ്ങൾക്ക് വേസ്റ്റേജ് വരും. എന്നിട്ട് അതെടുത്തിട്ട് ഒരു പിന്നെ കെമിക്കൽ ചെയ്യാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുപോയി പിന്നെ ആശാരിക്ക് കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മരത്തിന്റെ വീട് പണി തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ഇന്ന് പണി തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് മോർണിംഗ് പോയാൽ ഇമീഡിയറ്റ് റെഡി ടു യൂസ് എന്നുള്ള നിലക്ക് യൂസ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് മോർ ഓവർ ഒരു പ്രൊഡക്റ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഈ ഹിൽവുഡിന്റെ ബ്രാൻഡ് ഇത്ര ഹിറ്റ് ആവാൻ കാരണം. അപ്പൊ അവിടെ എൻ്റെ ഒരു സംശയം, നിങ്ങൾ ഇപ്പൊ ഒരു സോപ്പ് എന്താണെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി പോയി ആൾക്കാർ മേടിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു പുട്ടുപൊടി നമ്മൾ ഇപ്പം അജ്മി എടുക്കാം, ഈരാറ്റുപേട്ടയുടെ ആ കമ്പനി ഔട്ട്ലെറ്റിൽ പോയി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് മേടിക്കുന്നല്ലാതെ ബാക്കി സൂപ്പർ മാർക്കറ്റിലാണ് മേടിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഓൾ ഓവർ കേരള ബ്രാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് ഇടുക്കിയിലും തിരുവനന്തപുരത്തും ഇരിക്കുന്ന ആളുകളും വീട് പണിയുന്നവര് ഈ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് ഡീലേഴ്സിന് നഷ്ടമല്ലേ? അത് ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈരാറ്റുപേട്ട ഒരു കസ്റ്റമർ വന്നിട്ട് ഞങ്ങൾ തന്നെ ബില്ലാക്കി കൊടുക്കും. ഉടനെ ബില്ലാക്കിയൊക്കെ വാങ്ങിയിട്ട് അവനോട് ലാസ്റ്റ് പറഞ്ഞ് ഈരാറ്റുപേട്ട ഡീലറിൽ പോയി എടുത്താൽ മതി. അപ്പൊ അവര് പരിശ്രമിക്കാത്തൊരു ബിസിനസ്സാണ് അവർക്ക് കിട്ടുന്നത്. ഡീലേഴ്സ് വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് അവരുടെ കൗണ്ടറിൽ വരുന്ന സെയിൽസിന് പുറമെ ഞങ്ങളൊരു എക്സ്ട്രാ സെയിൽസ്, അവരുടെ സെയിൽസിന്റെ 20% 30% ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. വെറുതെ ലോഡ് കയറ്റി അത് വിൽക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെയും കൂടിയാണെന്നുള്ളൊരു തോട്ടിൽ ഞങ്ങൾ തന്നെ എഫേർട്ട് ഇട്ട് അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ എത്തിയാൽ പോരാ, അത് വിറ്റിട്ടുണ്ടാവണം എന്നുള്ളൊരു ഉറപ്പോടെ ഞങ്ങൾ വരുത്തും. ഇപ്പം അതൊരു ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള മരമാണ് എടുക്കുന്നത്, അത് നമ്മളിതൊന്നും കാണുന്നില്ല, നമ്മളാകെ കാണുന്ന ഈ ഫൈനലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അത് ഹിൽവുഡിനെ ബ്രാൻഡ് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. നമുക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? 100 വർഷം പഴക്കമുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത്. ഇവിടെയാണ് ഈ പിന്നെ ഞാൻ പറഞ്ഞ
നേരത്തെ പറഞ്ഞ ഈ ലൂഡ് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന വേറൊരു ശരിക്കും പറഞ്ഞാൽ കമ്പനിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മരം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക. വിളിച്ചിട്ട് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ ഫാക്ടറി കാണണം, പ്രോസസ്സ് ചെയ്യുന്ന മരങ്ങൾ കാണണം, നിങ്ങൾ ഈ 100 വർഷം മേലെ മൂപ്പുള്ള മരങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഞങ്ങൾ എടുക്കുന്ന മരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ വിർച്വൽ വിസിറ്റിലൂടെ നമ്മൾ എടുക്കുന്ന മരങ്ങൾ, പിന്നെ അത് ട്രീറ്റ് ചെയ്യുന്ന രീതി, പ്രൊഡക്ഷൻ വീഡിയോസ് ഒക്കെ ലൈവായിട്ട് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന മരങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഏത് ദിവസം വേണമെങ്കിലും പറ്റും. എല്ലാവർക്കും അവിടെ വരാൻ പറ്റില്ല. എല്ലാത്തവർക്കും ഇങ്ങനെ ഒരു വെർച്വൽ വിസിറ്റ് സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ചെയ്യുന്ന ഏക ബ്രാൻഡ് അല്ലെങ്കിൽ അൺബ്രാൻഡ് ആയിട്ടും ബ്രാൻഡഡ് ആയിട്ടും ചെയ്യുന്ന ഏക സ്ഥാപനം ഹിൽവുഡാണ്. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ റീസെന്റ് ഹിൽവുഡ് എപ്പോഴും കാണാറുണ്ടെങ്കിലും ഈ വളരെ റീസെന്റ് കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയപ്പോൾ ഒരു വലിയ ബ്രാൻഡ്, ആ ബ്രാൻഡിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഇരിക്കുന്നത് ഹിൽവുഡിന്റെ പരസ്യമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ ഹിൽവുഡിന്റെ കമ്പനിയിലാണോ ഞങ്ങൾ എത്തിയത്? പക്ഷെ ഇന്ന് കഥ കേട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരു ഡീലറാണ്. പക്ഷെ അത് എനിക്ക് ഇന്നാണത് കണക്ട് ആയത്. പക്ഷെ അതൊരു അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ആ ഒരു ബ്രാൻഡിങ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്ക് 120 ഡീലറുണ്ട് ഇപ്പോൾ. ആണല്ലേ? ഡീലറുണ്ട്. ഇന്ന് നമ്മുടെ ഡീലർമാരൊക്കെ വളരെ ഹാപ്പിയാണ്. മുമ്പ് പഴയ കാലത്തൊക്കെ നമ്മൾ തടി വിറ്റ ഒരു ചായ പോലും അവർക്ക് കിട്ടില്ല. ഇന്നിപ്പം ടൂറായി, ക്യാഷ് ഡിസ്കൗണ്ട് ആയി, പിന്നെ ഓരോ 2 മാസം കൂടുമ്പോൾ ഓരോ ഹോട്ടലിൽ വെച്ചിട്ട് മീറ്റുകൾ ഓരോ ഫാമിലിക്കും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കാർപ്പന്റർമാർക്ക് മീറ്റ് അങ്ങനെ പല സമ്മാനങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇന്ന് ഹാപ്പിയാണ്. ആ വുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വലിയൊരു മൂവ്മെന്റ് നടത്തി അല്ലേ? ഞാൻ തിരിച്ച് ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ, ഇപ്പം ആദ്യമേ പറഞ്ഞു കേരളത്തിൽ അത്യാവശ്യം മരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിന്റെ റൂള് വന്നപ്പോഴാണ് 87-88 കാലഘട്ടത്തിൽ അത് മാറ്റിയത്. കേരളത്തിൽ നല്ല മരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അതോ കേരളത്തിലെ മരത്തിന് ലഭ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്? കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ മരങ്ങളുണ്ട്, നാട്ടിൻപുറത്തില്ല. നമ്മുടെ ഫോറസ്റ്റിൽ ഇപ്പോഴും ഇതേമാതിരി മരങ്ങളുണ്ട്. അതിൽ കേരളത്തിൻ്റെ വനസമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിൽ 10-70% ഈ പ്ലൈവുഡ് തീപ്പെട്ടി മരം, 30% ഹാർഡ് വുഡ് ഉള്ളൂ. ഇത് കേരള ഗവൺമെൻറ് നല്ല ശാസ്ത്രീയ രീതിയിൽ ഇത് കട്ട് ചെയ്ത് ഇവിടെ പോകുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അപ്പോൾ കേരളത്തിലെ ഒരു ഇതിന് 4 ഡിവിഷൻ ഉണ്ട്, 10-30 ഡിപ്പോകൾ എപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പൊ ഈ ഡിപ്പോകളിലൊക്കെ ഒരു കൊല്ലത്തിൽ 300 കോടിയുടെ തടിയാണ് വിൽക്കുന്നത്. കേരള ഫോറസ്റ്റ് കൊടുക്കുന്ന 300 തടിയ ഒരു ഇയർ വാർഷിക വരവ്. ഇത് നമുക്ക് നമ്മളെ വനത്തിൽ നമ്മൾ വിദേശത്തൊക്കെ ചെയ്യുന്ന മാതിരി അതിവിടെ ചെയ്ത് സെലക്ഷൻ ബില്ലിംഗ് നടത്തുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് നമുക്ക് 11 ലക്ഷം ഹെക്ടർ വനമുണ്ട്. അത് 5 മരം തോതിൽ ഒരു ഹെക്ടറിന് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം 1,10,000 ഹെക്ടർ വെച്ച് മുറിക്കുക, കട്ട് ചെയ്യുക. അതിങ്ങനെ ചെയിനായിട്ട് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു, ഒരു മരത്തിന് 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ചെറുതായി പറഞ്ഞു. ഈ പ്ലൈവുഡ് മരങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു മരം 1000 CFT വരും. 100 CFT കൂട്ടിയാൽ ഒരു 1000 രൂപ കൂട്ടിയാൽ 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപ വരുമ്പോൾ 5,50,000 മരം നമ്മുടെ നാട്ടിൽ ഒരു വർഷം കട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5,500 കോടി രൂപയാണ്. പിന്നെ അതിന് ടാക്സും മറ്റതും ഒക്കെ വരുമ്പോഴത്തേന് 6,000-ൽ പരം കോടി രൂപയുടെ വരുമാനം നമ്മളിപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ 2,000-ഓളം ഈ വുഡ് ഇൻഡസ്ട്രി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 2 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പം കൂടാതെ നമ്മളെ ഈ നാട്ടിൻപുറത്തു നിന്നായിട്ട് തന്നെ ദിവസം 1000 ലോഡ് മരം ദിവസം കേരളത്തിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ കർഷകർ നട്ടുപിടിക്കാൻ റബ്ബർ, മുരുക്ക്, മട്ടി, പിന്നെ ആഞ്ഞിലി, പ്ലാവ്, തേക്കൊക്കെ ഉണ്ട്. 1000 ലോഡ് ഡെയിലി ഇവിടെ കേരളത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ തന്നെ കൊല്ലത്തിൽ ഒരു 5,000 കോടിയുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ 3 ഇരട്ടി നമ്മൾ ഇതിൻ്റെ വീനിയറായിട്ടും തടി ഉരുപ്പടിയായിട്ടും ഒരു 15,000 കോടിയുടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിൽ. ഇത് ഒരു ഭാഗത്ത് നമ്മൾ തടി കത്തി നശിക്കുക, നമ്മൾ വിദേശ നാണയം കൊടുത്തിട്ട് തടി നമ്മളെ മേടിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാനും കൂടി ഈ തടിയൊക്കെ ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മളെ വ്യവസായങ്ങൾ ഇനിയും വളരും. ഇനി ഒരു 2 ലക്ഷം 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും. അതുപോലെ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പറ്റും. പക്ഷെ അവിടെ ഈ വനനശീകരണം എന്നൊരു പോയിന്റ് കിടക്കുകയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ തടി വനനശീകരണം ഇപ്പോഴാണ് ശരിക്കും വനം നശിക്കുന്നത്.
അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചെറുമരങ്ങൾക്ക് വളരാൻ കഴിയാതെ ഈ മരങ്ങൾക്കൊക്കെ ഒരു പ്രായമുണ്ട്. ഈ പ്ലൈവുഡ് മരങ്ങളൊക്കെ ഒരു 30 വർഷം മാക്സിമം 40 വർഷം മെച്ചൂറാവും. പിന്നെ അതങ്ങനെ നിൽക്കും, ഭീമാകാരമായ മരങ്ങളായി നിൽക്കും. അത് പിന്നെ ഈ മഴക്കാലത്ത് കാറ്റിൽ വീണ് വേനൽക്കാലത്ത് മറിഞ്ഞു പോകും. മഴക്കാലത്ത് കാറ്റിൽ മറിഞ്ഞു വീണ് വേനൽക്കാലത്ത് തീ കത്തി നശിക്കുകയാണ്. അപ്പോൾ ഈ ചെറുമരങ്ങളടക്കം കത്തി നശിക്കുകയാണ്. അതിന് നേരെ സെലക്ഷൻ ബില്ലിങ് ചെയ്തിട്ട് ഒരു ഹെക്ടറിൽ നിന്ന് 10 വർഷം കൂടുതൽ 5-6 മരം വയ്ക്കുകയുള്ളൂ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ കാട് വളരും ചെയ്യും, നമ്മുടെ ആവശ്യത്തിനുള്ള മരം കിട്ടുകയും ചെയ്യും. അത് അങ്ങനെ സർക്കുലറിൽ സെലക്ഷൻ ബില്ലിങ് നടത്തി ഈ ഡിപ്പോകളും ഒക്കെ നമ്മുടെ സർക്കാരിന് അന്ന് ഉള്ള സംവിധാനം ഇന്നുമുണ്ട്. സർക്കാരിനാണ് ഒരു വർഷത്തിൽ 6000 കോടി വരുമാനം കത്തിച്ച് കളയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഒരു കാട്ടുതീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിപ്പോകാൻ കേരളത്തില് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു മരം ശരിക്കും വളർന്നു വലുതായി 10-60 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഏജ് കഴിഞ്ഞാൽ തന്നാൽ അത് താഴെ പോകും. അപ്പൊ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ മരങ്ങളും നേരെ മറിച്ച് അത് സെലക്ഷൻ ഫെല്ലിങ് നടത്തിയിട്ട് സ്പെസിഫിക് ആയിട്ട് പിന്നെ ആ ഏജ്ഡ് ആയിട്ടുള്ള മരം മാത്രം കട്ട് ചെയ്ത് വെളിയിലോട്ട് എടുത്താൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള മരങ്ങൾക്കൊക്കെ നന്നായിട്ട് സൺലൈറ്റ് കിട്ടും, വെള്ളം കിട്ടും, അതും വീണ്ടും സ്പീഡിൽ വളരും. ഇപ്പൊ ഞങ്ങള് ഫോറിൻ കൺട്രീസിലൊക്കെ അവർ ഫോറസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം നിരത്തി കട്ട് ചെയ്തിട്ട് വെളുപ്പിക്കല്ല, അങ്ങനെയല്ല, വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വീലീഗലും ഇന്നിപ്പം ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മര ഫാക്ടറി പ്ലൈവുഡ് ഫാക്ടറി വളർന്നു വരുന്നത്. അതിന് നമ്മൾ അതിന് ഗുണം എന്താ വെച്ചാൽ ഇവിടെ ഈ കർഷകരുടെ ഒരുപാട് കോർ വീനിയർ മറ്റു മരം കിട്ടുന്നുണ്ട്. അത് ഫേസ് വീനിയർ നമ്മളെ വനത്തിലുണ്ട്, അത് ഇവിടെ സർക്കാർ മുറിക്കുന്നില്ല, അത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പ്ലൈവുഡും മറ്റുള്ള ഫർണിച്ചറൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇത് നല്ല വലിയൊരു ഹബ്ബാക്കി മാറ്റാൻ പറ്റും. ഇത് വെറുതെ നമ്മൾ ഒരു കാരണമില്ലാതെ കത്തിച്ച് കളയാണ് ഓരോ വർഷം തോറും 6000 കോടി അതിൻ്റെ മേലെ മരങ്ങൾ തീ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആകെപ്പാടെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിന് കേരളത്തിലുള്ള ഈ കർഷകർ നട്ടുപിടിപ്പിക്കുന്ന ഈ മരങ്ങൾ റൗണ്ടായിട്ട് വന്നിട്ട് ഈ മരം ഉള്ളത് കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി നടക്കുന്നത്. ഇപ്പോൾ 1988 ഇവിടുത്തെ സെലക്ഷൻ ബില്ലിങ് നിർത്തി. അതിന് ശേഷം കിട്ടുന്ന ഈ കർഷകർ നട്ടുപിടിപ്പിക്കുന്ന മരം ദിവസം 1000 ലോഡ് പോലും നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. 1000 ലോഡാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ കേരള നാട്ടിൻപുറത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ വനത്തിൽ നിന്ന് ഇത്രയും നശിപ്പിക്കാതെ ഇവിടുത്തെ ഈ വ്യവസായങ്ങൾക്ക് വലിയൊരു ആശ്വാസവും സർക്കാരിന് വലിയ റവന്യൂ കിട്ടും. നമ്മുടെ രാഷ്ട്രീയക്കാരും പിന്നെ ഇവിടുത്തെ പ്രകൃതി സേനകളൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും അധികം പുറം രാജ്യങ്ങളിൽ പോകുന്നത് കൊണ്ടും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണല്ലോ ആ ഒരു തോട്ടുണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലും പുറത്തേക്കും പോയപ്പോൾ കണ്ടേക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താ ഷിബിലി? അതായത് പ്രത്യേകിച്ച് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് മാനേജ് ചെയ്യുന്ന രീതിയിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് കൺട്രീസ് ആയാലും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. ഞങ്ങൾ കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇടയ്ക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആഷ്, പൈൻ, ഓക്ക് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഇപ്പോൾ ഇന്തോനേഷ്യ ആയാലും മലേഷ്യ ആയാലും ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്ന കൺട്രീസിലാണെങ്കിൽ ഈ ഫോറസ്റ്റ് മാനേജ് ചെയ്യുന്ന രീതി അവിടെ ഇവിടെയും വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ മൂപ്പുള്ള മരങ്ങൾ അവർ സെലക്ട് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാണ്. നിരത്തി ഡീഫോറസ്റ്റ് ചെയ്യുന്നതിന് പകരം സെലക്ഷൻ ഫെല്ലിങ് മുന്നേക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ സിസ്റ്റം തന്നെ ഈ സിസ്റ്റം തന്നെ അവർ ചെയ്യുന്നവിടെ. അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം 5-6 മരങ്ങളൊക്കെ അവർ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ഹെക്ടറിന് 5-6 മരമൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഏജ്ഡ് ആയിട്ടുള്ള ലോഗ്സ് അവർ കട്ട് ചെയ്യുകയും അതിന്റെ ചുറ്റുഭാഗത്തുള്ള ചെറുമരങ്ങൾ പെട്ടെന്ന് വളരുകയും ചെയ്യും. നല്ല സൺലൈറ്റ് കിട്ടി, വാട്ടർ കിട്ടി, പെട്ടെന്ന് വളരും. അപ്പോൾ സർക്കാരിന് ആവശ്യമുള്ള വരുമാനം, പിന്നെ ആളുകൾക്ക് എംപ്ലോയ്മെന്റും കിട്ടും, പിന്നെ നല്ല എക്സ്പോർട്ട്സ് ഒരുപാട് ചെയ്യാനും പറ്റും. ഇവിടെ നേരെ ഇത് അവിടുത്തെ രാജ്യങ്ങൾ ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡുകൾ അവർ ഒന്നുകൂടി ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ കൊടുക്കും. അവർ മരം നട്ട് വളർത്തുകയാണ്. പൈനും ഈ പോപ്പുലർ പോലത്തെ മരങ്ങളൊക്കെ അങ്ങനെ വരുന്നത്. അതൊരു വലിയ കമ്പനിയാണ്. ഒരു ഭാഗത്ത് നിന്ന് നടും, ഒരു ഭാഗത്ത് നിന്ന് മുറിക്കും. ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഷിപ്പ് ലോഡ് ചെയ്തുകൊണ്ടേക്കും. ഇതിങ്ങനെ ഒരു ഫാക്ടറി മാതിരി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരെ റിസർവ് ഫോറസ്റ്റും അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഇറങ്ങി ചെയ്യാൻ വേണ്ടി അറിഞ്ഞാൽ നമ്മള് മറ്റേ ഫോറസ്റ്റിന്റെ ലോബിയാണ്. ഇവിടുത്തെ പ്രശ്നം അതാണ്. അതെ അതെ, ഒരുപാട് ഭരണ മാറ്റങ്ങൾ വരുമ്പോ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരിന്റെ ഖജനാവൊക്കെ കാലിയായി അൺഎംപ്ലോയ്മെന്റ് ഒരുപാടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇത് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ
വുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഫർണിച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്തായിരുന്നു? ഞങ്ങള് ഹോംവർക്ക് ലിവിംഗ് എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ബ്രാൻഡ് എടപ്പള്ളിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കേരളത്തിലോട്ട് ഞങ്ങൾ ഫാക്ടറി നിർമ്മിച്ചിട്ടുണ്ട്. എന്റെ ബ്രദറാണ് കാര്യമായിട്ടത്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങള് 4 പേരാണ്. എല്ലാവരും 4 പേരും ബിസിനസ്സിലുണ്ടോ? ഒരു പെണ്ണാണ്, 3 പേരും ബിസിനസ്സിലുണ്ട്. ഇപ്പോ മോളെ കെട്ടിച്ചു വിട്ട് രണ്ടുപേരാണ് ഫർണിച്ചർ ഫാക്ടറി ഹോംവർക്ക് നടത്തുന്നത്. മൂത്താളും ഷിബിലി ഹിൽവുഡിലേക്കും അവർ മറ്റേ ഫർണിച്ചർ. ഈ ഇത്രയും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ നമുക്കറിയാവുന്ന കല്ലായിപ്പുഴ തീരത്തെ കഥകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കച്ചവടമൊക്കെയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഈ ഭാഷ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ലേ? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും അവിടെ ചെന്നിട്ട് ഇടപെടുന്നത്. അപ്പൊ ഈ ഒരു ഭാഷ എന്ന് പറഞ്ഞ വലിയൊരു ബാരിയറായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മുടെ കൂടെ സ്റ്റാഫുകളുണ്ടാവും, പിന്നെ നമ്മളെ ഒരുവിധമൊക്കെ അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഞാൻ ചെയ്തു പോകുന്നത്. തുടക്കകാലത്ത് പോയപ്പോഴൊക്കെയോ? ഞാൻ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ സംസാരിക്കും, അങ്ങനെ അവിടുത്തെ ഭാഷയും കാണിച്ച് സാധനം എടുക്കും. നമ്മളങ്ങ് ചെന്ന് മറ്റേ ചേരേ തിന്ന് നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തന്നെയാന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലേ? ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും ഒരു പ്രതിസന്ധി, ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 87 നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ മ്യാൻമറിലെ ഷോപ്പിന്റെ നമ്മുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഇട്ടിട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ കയറി വരാൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്താലും ഞാൻ അതിൽ നിന്നൊക്കെ തിരിച്ചു കയറി വരണം എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു വിൽ പവർ എന്തായിരുന്നു? അതിന്റെ ഫാദറിന്റെ കൂടെയുള്ള അന്നത്തെ ഫാദർ പഠിപ്പിച്ചിരുന്ന അത് തന്നെ. അത് എന്ത് പ്രതിസന്ധി മുന്നോട്ട് നീങ്ങിക്കൊള്ളുക, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക, അടുത്ത പ്രൊജക്ട് വിട്ടിട്ട് അടുത്ത് നോക്കുക. അപ്പം നമുക്ക് അതിന് ഉത്തരം കിട്ടും. നമ്മൾ കുറച്ച് ആദ്യത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ നമ്മൾ തരണം ചെയ്ത് പോയാൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഈ മക്കള് 3 ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ അവർക്ക് എന്നെ പറഞ്ഞു കൊടുത്തേ? അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ സെറ്റായി. ഞാനൊരിക്കൽ ഇതുപോലൊരു പിതാവിനോട് ചോദിച്ചപ്പോൾ, മകനെ ഇരുത്തിക്കൊണ്ടാ ചോദിച്ചേ. അപ്പൊ പിതാവ് പറഞ്ഞു, ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, ഈ തെറ്റുകളൊന്നും, ഇതെല്ലാം നീ കണ്ടതാണ്, ഇതൊന്നും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിന് നല്ല ഒരു പറഞ്ഞു കൊടുക്കലാണെന്ന്, അല്ലെങ്കിൽ നല്ലൊരു അറിവാണെന്ന് എനിക്ക് തോന്നി. എന്താണ് ഇനി ഹിൽവുഡിന്റെ ഫ്യൂച്ചർ? ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരുന്നു. ആദ്യം മരം കിട്ടാത്തപ്പോൾ മരം തേടിൻ്റെ ഫാദർ പുതിയ സ്ഥലങ്ങളിലോട്ട് വന്നു. പിന്നെ മാർക്കറ്റിംഗ് സൈഡിൽ പിന്നെ മരത്തിന് പകരം ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് വന്നപ്പോൾ ഞങ്ങൾ ബ്രാൻഡ് ചെയ്തു. പിന്നെ ബ്രാൻഡ് ചെയ്തത് മാത്രമല്ല, ആളുകൾക്ക് കസ്റ്റമേഴ്സിന് ഒന്നുകൂടെ എളുപ്പമാക്കി മരം അവൈലബിൾ ആക്കി. അത് റൗണ്ട് ലോഗ് ആയിട്ടാണ് കിട്ടിയിരുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ 1 or 2 മരം ഒക്കെ വേണ്ട ആളുകൾക്ക് ഒരു റൗണ്ട് ലോഗ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട ആവശ്യാനുസരണം മൂപ്പുള്ള മരത്തിന് കട്ട് ചെയ്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പ്ലെയിനിങ് എല്ലാം കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് ഒരു സൊല്യൂഷനായിട്ട് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു. ഇനിയും ഇതിൽ അഡ്വാൻസ് ആയിട്ട് ഇതിൽ ഒരുപാട് സ്പീഷീസ് ഞങ്ങൾ മെർബോ എന്നുള്ള സ്പെസിഫിക് സ്പീഷീസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മഹാഗണി ആഡ് ചെയ്തു. ഇനി ഒരുപാട് പ്രൊഡക്ട്സ് ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫർണിച്ചറും കൂടുതൽ സ്പീഷീസും കൂടുതൽ കളക്ഷനും ആളുകൾക്ക് കിട്ടും. അങ്ങനെ ഇക്കാടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? എനിക്ക് ഈ അവാർഡ് കിട്ടിയുള്ളത് 2008 ശേഷം തുടർച്ചയായിട്ട് 5 വർഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ തടി എക്സ്പോർട്ട് ചെയ്ത അവാർഡ് കിട്ടി. ഞാൻ അപ്പം തിരിഞ്ഞു നോക്കി 87 ഞാൻ നിർത്തിപ്പോണ്ട ആളാണ്. എൻ്റെ കുടുംബക്കാരെൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് എന്താ, ഈ തടി ഇവിടെ കിട്ടൂല, വേറെ എന്തെങ്കിലും ബിസിനസ് നോക്കി പോകാനാണ് പറഞ്ഞു. ഞാൻ അതൊന്നും വക വെക്കാതെ കയറി മേലെ പോയി ആസാമിൽ പോയി തടി കൊണ്ടുവന്ന്, അത് കഴിഞ്ഞ് മലേഷ്യയിൽ പോയി തടി കൊണ്ടുവന്ന്, ബർമയിൽ പോയി കൊണ്ടുവന്ന്, ബർമയിൽ അതിന് വലിയ പ്രസിദ്ധി, ഞാൻ പറഞ്ഞ ഒരു ഫാക്ടറി അവിടെ പൂട്ടി പോകേണ്ട ഒരു ഗതിയോട് വന്നു. അതൊക്കെ കിട്ടുമ്പോൾ, ഈ ഓരോ അവാർഡ് കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നി. അപ്പോൾ അതൊന്ന് സെൻട്രൽ മിനിസ്റ്റർ കയ്യിൽ അത് കിട്ടുന്നത് 2008 തൊട്ട് 13 വരെ തുടർച്ചയായി കിട്ടി. അത് അന്ന് ഞാൻ നിർത്തി പോയി വെച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടൂല. പിന്നെ ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാനും സാധിച്ചു. എന്നെ ഒരുപാട് ആൾക്ക് അറിയാനും സാധിച്ചു. അതൊക്കെ നേട്ടാ. മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും, മക്കൾ അവരും ഇത് വന്നുകൊണ്ട് ഇത് നല്ലൊരു പ്രസ്ഥാനമാക്കി ഇത് കൊണ്ടുപോകാനും ബ്രാൻഡ് ചെയ്യാനും സാധിച്ചു. അതെന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു അഭിമാനമായ സന്ദർഭം. പിന്നെ ഒരു വാപ്പച്ചി എന്നുള്ള രീതിയിൽ വളരെ അഭിമാനല്ലേ, 3 മക്കളും ബിസിനസ്സിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. അത് നമ്മൾ കൊണ്ടതിനേക്കാളും മനോഹരമായിട്ട് ഒരു ബിസിനസ്സുകാരനേക്കാൾ ഉപരി ഒരു ഫാദർ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനം ഉണ്ടാക്കുന്ന നിമിഷം. ഞാൻ ഷിബിലിലേക്ക് വന്ന, ഷിബിലിക്ക് ഒത്തിരി പ്രായമൊന്നുമില്ല, ബിസിനസ്സിൽ വന്നിട്ട് 8 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ പറയും, നിങ്ങളൊക്കെ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ച ആൾക്കാരാണ്. കാരണം പിതാവിന്റെ ബിസിനസ് ഏറ്റെടുക്കുക, പക്ഷെ അത് വലിയ ടാസ്ക് കേട്ടോ. അത്
ചീത്തപ്പേരില്ലാതെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷിബിലി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു 8 വർഷം കൊണ്ട് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? ഞങ്ങളൊക്കെ ആദ്യമൊക്കെ എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ്, ഞാൻ ഇനീഷ്യലി ഈ ബ്രാൻഡ് ചെയ്യുമ്പോൾ, ഈ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കും വളരെ ഈസിയാ, ഫ്രൂട്ട്ഫുള്ളാ. ഈ ബ്രാൻഡിങ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് റൗണ്ട് ടേബിളിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ആ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഹോർഡിങ്സും കൊമേഴ്ഷ്യൽ ആഡും TV-യിലും ഒക്കെ പരസ്യം ചെയ്ത് വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് തോന്നി ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽസ് വരുന്നു. പിന്നെ നമുക്ക് തിരിച്ചറിവുണ്ടായി ആ സമയത്ത് ഇത് ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽസ് വരാൻ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങൾ റെഗുലറായിട്ട് മരങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കേരളത്തിലുള്ള ഉടനീളം ഉള്ള ഞങ്ങളുടെ ഡീലേഴ്സിന് പരമ്പരാഗതമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രാൻഡ് ചെയ്ത ഉടനെ ഒരുപാട് പരസ്യമൊക്കെ ചെയ്ത്, അപ്പോൾ പുള്ളി സാധാരണ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു മരം, ഒരു ലോഡ് മരം കയറ്റി വിടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ ഓർഡർ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഡേ അവിടെ ലോഡ് എത്തി. അപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ അവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, അതായത് പുള്ളി ആ ഞങ്ങളുടെ ലേബലിംഗ്, ഞങ്ങളുടെ പ്രൊഡക്റ്റിലൊക്കെ ലേബലിംഗ് ഉണ്ടാവും, ഹിലൂഡിൻ്റെ ലോഗോ, ഡിസ്ക്രിപ്ഷൻ, ഏത് സോഴ്സ് ഒക്കെ പറയുന്ന ഡിസ്ക്രിപ്ഷനും ലേബലിംഗും ഒക്കെ ഉണ്ടാവും. പുള്ളി അതെല്ലാം കീറിക്കളഞ്ഞു. പുള്ളി പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ലേബൽ മാത്രം മതി, നിങ്ങളുടെ ഡീലർ ബോർഡൊന്നും ഇവിടെ വേണ്ട, എൻ്റെ സ്ഥാപനം എൻ്റെ വേറൊരു ലേബലും വേണ്ട. അപ്പോൾ ആ സമയത്ത് ഈ ഡീലേഴ്സിനൊക്കെ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നം വിറ്റ് പരിചയമില്ല. പ്ലൈവുഡിലാണെങ്കിൽ പിന്നെ ബ്രാൻഡുകളുണ്ട്, TMT-യിലാണെങ്കിൽ ബ്രാൻഡുകളുണ്ട്, സിമെന്റിൽ ബ്രാൻഡുണ്ട്. ഈ ബ്രാൻഡഡ് ഉൽപ്പന്നം എങ്ങനെ വിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല, മരത്തിൽ ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ബ്രാൻഡ് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളൊരു 6 മാസം to 8 മാസം കുറഞ്ഞ ഡീലേഴ്സൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ ഡീലേഴ്സ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കച്ചവടം തന്നെ ഇല്ലാണ്ടായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് ഡീലേഴ്സിൽ, കാർപ്പൻറ്റേഴ്സിൽ, പിന്നെ കോൺട്രാക്ടേഴ്സിലൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തു. പിന്നെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്സ് വന്നു തുടങ്ങി. പിന്നെ ഞാൻ ഏകദേശം ഒരു 6 മാസം to 1 വർഷം മുന്നേ ഈ ഡീലറെ അടുത്ത് ആ ഭാഗത്തുനിന്ന് പോയപ്പോൾ റാൻഡമായിട്ട് വിസിറ്റ് ചെയ്തു. അന്ന് ഞാൻ അവിടെ പോയി കാണുമ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും മുന്നിൽ കാണുന്ന രീതിയിൽ വിത്ത് ലേബലിംഗ് അടക്കം പുള്ളി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഡീലർ ബോർഡിന് വലിയ സ്പേസ്, പിന്നെ പുള്ളി തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ലീഡൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാഫിനെ സ്പെഷ്യലായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി അത്രയും ട്രഡീഷണൽ ആയിട്ട് മുന്നേ സംസാരിച്ച ആള് ഞങ്ങളെ ഒരു ബ്രാൻഡ് അംബാസഡറായി മാറിയ സമയമായിരുന്നു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പിയായി. ഇത്രയും എടുത്ത എഫേർട്ട് 1 year ആയാലും 2 year ആയാലും അത് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഹിലൂഡ്. ഇപ്പോൾ മരത്തിൽ മുന്നൊക്കെ ഇരുളുണ്ടോ പ്ലാവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന പോലെ ഇപ്പോൾ ഹിലൂഡ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അത് അടിപൊളി ഒരു സാധനമായിരുന്നു അല്ലേ? എന്നാണെങ്കിലും വളരെയധികം സന്തോഷം. വാപ്പച്ചിയുടെ ആ ഒരു അറിവും പാഠങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് മക്കൾക്ക് കൊടുത്ത് ഒരു ഹിൽവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിൻ്റെ അഭിമാനമായിട്ട് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്രയും പെട്ടെന്ന്, ഓൾറെഡി ഇന്ത്യ മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഒരു 10 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ഒന്നോടെ കഥ പറയാനിരിക്കുമ്പോൾ അത് ലോകം മുഴുവൻ എത്തുന്ന രീതിയിലേക്ക് വലിയൊരു ബ്രാൻഡായി വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വളരെയധികം സന്തോഷത്തോടെയും അതിനേക്കാൾ ഉപരി എന്താ പറയുക, വളരെ അഭിമാനത്തോടെയും കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഹിൽവുഡ്. ഹിൽവുഡിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ ആ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ എടുത്തേക്കുന്ന എഫേർട്ട്, രഞ്ജി പണിക്കരുടെ ആ ഒരു പരസ്യം, പക്ഷെ അതിനൊക്കെ പുറകിൽ ഇത്രയും വലിയൊരു എഫേർട്ട് ഉണ്ടെന്നും ഒരു വ്യക്തിയുടെ പാഷൻ ഉണ്ടെന്നും ആ വ്യക്തി ആ പാഷനെ ഫോളോ ചെയ്ത് എത്ര വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഹിൽവുഡ് എന്ന ബ്രാൻഡ് ഇന്നത്തെ ഹിൽവുഡായി മാറിയെന്നുള്ളൊരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സ്റ്റോറിയുമായി വരുന്നവരെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.